ഗുഡ് ഈവനിങ്. നമസ്കാരം പ്രിയപ്പെട്ടവരെ. ടൈം നാദാപുരം സംഘടിപ്പിക്കുന്ന എംപ്ലോയബിലിറ്റി എൻഹാൻസ്മെന്റ് പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ടുള്ള സീരീസിലെ ആദ്യ പ്രോഗ്രാമാണ് ലിങ്ക്ഡിൻ റെസ്യൂമെ. ഇതിന്റെ ഒരു ഓറിയന്റേഷൻ ആണ് ഈ ഒരു സെഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞാൻ ആദ്യം തന്നെ പരിചയപ്പെടുത്താം. ടൈം നാദാപുരത്തിന്റെ കൺവീനറാണ്, അസീസ് എന്നാണ് പേര്. ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതിന് മുമ്പ് ടൈം വ്യത്യസ്തങ്ങളായ വിദ്യാഭ്യാസ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 2019 മുതൽ നാദാപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വിദ്യാഭ്യാസ കൂട്ടായ്മയാണ് ടൈം നാദാപുരം. 10 പഞ്ചായത്തുകൾ നാദാപുരത്തിനോട് ചേർന്ന് കിടക്കുന്ന കുന്നമ്മൽ, പുറമേരി പഞ്ചായത്ത് കേന്ദ്രീകരിച്ചാണ് ഞങ്ങൾ കഴിഞ്ഞ മുൻ വർഷങ്ങളിലൊക്കെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തിയെങ്കിലും ഈ ഒരു പ്രോഗ്രാം അനൗൺസ് ചെയ്തപ്പോൾ നാദാപുരത്തിന് പുറത്തേക്കും ഇതിന്റെ പ്രചരണം പോവുകയും കേരളത്തിലെ മിക്കവാറും എല്ലാ ജില്ലകളിൽ നിന്നും ഈ ഒരു പ്രോഗ്രാമിലേക്ക് ആളുകൾ ജോയിൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ടൈം നാദാപുരം മുൻ വർഷങ്ങളിൽ ഗവൺമെന്റ് മേഖലയിലുള്ള ജോലി അന്വേഷിക്കുന്ന ആളുകൾക്കും പ്രൈവറ്റ് മേഖലയിൽ ജോലി അന്വേഷിക്കുന്നവർക്കും വിദ്യാഭ്യാസ മേഖലയിൽ വ്യത്യസ്തങ്ങളായ ഹയർ സ്റ്റഡിക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്കും അതേപോലെ വിദേശ പഠനത്തിനൊക്കെയുള്ള വ്യത്യസ്ത പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ചിന്ത ടൈമിന്റെ പ്രവർത്തകരിലേക്ക് വന്നത് പുതിയ കാലത്തെ തൊഴിൽ അന്വേഷിക്കുന്നവർക്കും അതേപോലെ തൊഴിൽ കൊടുക്കുന്നവരും കൂടുതലും ആശ്രയിക്കുന്ന ലിങ്ക്ഡിൻ പോലെയുള്ള പ്രൊഫൈലുകൾ, അതേപോലെ റെസ്യൂമയുടെ അപ്ഡേഷനൊക്കെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും കൃത്യമായ രീതിയിൽ തന്നെ ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം നമ്മൾ ആലോചിച്ചതും ഇതിന് തുടർച്ച എന്ന രീതിയിൽ തീർച്ചയായിട്ടും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ കൃത്യമായ ഗൈഡൻസ് കൊടുക്കാൻ ടൈം നാദാപുരം തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പ്രോഗ്രാമിൽ എത്തിച്ചേർന്ന എല്ലാവരെയും ടൈമിന് വേണ്ടി വളരെ സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ നേരിട്ട് വിഷയത്തിലേക്ക് എടുക്കുകയാണ്. നമ്മുടെ പരിപാടി കൃത്യസമയത്ത് തന്നെ നമുക്ക് അവസാനിപ്പിക്കേണ്ടതുണ്ട്. പ്രതികൂല കാലാവസ്ഥയിനിടയിലും ഈ ഒരു പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ ഈ സെഷൻ ലീഡ് ചെയ്യുന്നത് ടൈമിന്റെ തന്നെ കൂടെ പ്രവർത്തിക്കുന്ന 3 വ്യക്തിത്വങ്ങളാണ്. അതിലേറ്റവും പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള വ്യക്തിത്വം എന്ന് പറയുന്നത് ടൈമിന്റെ ബൗണ്ടറിയിൽ നിന്ന് കുറച്ച് പുറത്തുള്ള നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് മുജീബ് റഹ്മാനാണ്. അദ്ദേഹം വയനാട് പുൽപ്പള്ളി സ്വദേശിയാണ്. ഇമാം ഗസാലി അക്കാദമിയിൽ നിന്ന് പഠനം ആരംഭിക്കുകയും ട്രാൻഡ്രം മാർ ഇവാനിയസ് കോളേജിൽ നിന്ന് ജേർണലിസത്തിൽ ഗ്രാജുവേഷൻ പൂർത്തീകരിച്ചതിനു ശേഷം അദ്ദേഹം ഡൽഹിയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷനിൽ നിന്ന് PG കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം BBC വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നീട് അതിനുശേഷം അദ്ദേഹം മിഡിൽ ഈസ്റ്റിലേക്ക് ചേക്കേറുകയാണ്. ബിസിനസ് ജേർണലിസ്റ്റ് ആയിട്ട് അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട് UAE, അതേപോലെ മാസ്റ്റർ കാർഡ് ഉൾപ്പെടെയുള്ള വിവിധ കമ്പനികളിൽ അദ്ദേഹത്തിന്റെ സേവനം ഉണ്ടായിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ അബുദാബി നാഷണൽ ഓയിൽ കോർപ്പറേഷന്റെ അഡ്നോക്കിന്റെ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷനിൽ അക്കൗണ്ടന്റ് ഡയറക്ടറായിട്ട് ജോലി ചെയ്യുകയാണ്. ഫിനാൻഷ്യൽ കമ്മ്യൂണിക്കേഷൻ അക്കൗണ്ടന്റ് ഡയറക്ടറായിട്ടാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. മാത്രമല്ല 130ഓളം കമ്പനികൾക്ക് പലതരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ സപ്പോർട്ട് കൊടുത്തിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ഞാനിത് ചുരുങ്ങിയ രൂപത്തിൽ മാത്രമാണ് അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തിയത്. പ്രിയപ്പെട്ട മുജീബ് റഹ്മാൻ, തീർച്ചയായിട്ടും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ പാർട്ടിസിപ്പൻസിനും എന്തുകൊണ്ട് നിങ്ങൾക്കുള്ള ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഏറ്റവും ഫ്രൂട്ട്ഫുൾ ആവുന്ന രീതിയിലുള്ള മികച്ച ഒരു ഫാക്കൽറ്റിയാണ്. ടൈമിന് വേണ്ടി ഔപചാരികത്തിന് വേണ്ടി പ്രിയപ്പെട്ട മുജീബ് റഹ്മാനെ സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായിട്ട് നമ്മുടെ ഈ സെഷനിൽ നമ്മളോടൊപ്പം സംവദിക്കുന്നത് പ്രിയപ്പെട്ട ഷഫീഖ്, നമ്മുടെ ടൈമിന്റെ തന്നെ പ്രവർത്തകനാണ്, ടൈമിന്റെ തന്നെ അംഗമാണ്, പെരിങ്ങത്തൂർ സ്വദേശിയാണ്. റാങ്കോട് കൂടി അദ്ദേഹം CA ചാർട്ടേഡ് അക്കൗണ്ടന്റ് കംപ്ലീറ്റ് ചെയ്യുകയാണ്. ശേഷം അദ്ദേഹം ലണ്ടനിൽ കുറച്ചു കാലം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് UAE-യിലേക്ക് ചേക്കേറുകയാണ്. UAE-യിൽ ഫിനാൻസ് ഹൗസിൽ 13 വർഷത്തോളം അദ്ദേഹം അക്കൗണ്ടന്റ് മേഖലയിൽ ജോലി ചെയ്തിട്ടുണ്ട്. ശേഷം UAE-യിലെ ഏറ്റവും വലിയ ബാങ്കായ ഫാബിൽ 6 വർഷത്തോളം ജോലി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ അബുദാബി ഇൻവെസ്റ്റ്മെന്റ് ഓഫീസിൽ അബുദാബി ഗവൺമെന്റിന് കീഴിലുള്ള അബുദാബി ഇൻവെസ്റ്റ്മെന്റ് ഓഫീസിൽ ആക്ടിംഗ് ഹെഡ് ഓഫ് ഫിനാൻസ് ആയിട്ട് ജോലി ചെയ്യുകയാണ്. ഇത് മാത്രമല്ല അതിന്റെ കൂടെ തന്നെ അദ്ദേഹം അബുദാബി CA ചാപ്റ്ററിന്റെ ഏറ്റവും പ്രധാന എക്സിക്യൂട്ടീവ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പൊ എന്തുകൊണ്ടും ഏറ്റവും മികച്ച മറ്റൊരു ഫാക്കൽറ്റിയാണ് ടൈം നാദാപുരം നിങ്ങൾക്ക് വേണ്ടി
ഇവിടെ എത്തിച്ചിരിക്കുന്നത്. ടൈമിന്റെ പ്രവർത്തനം കൂടിയാണ് പ്രിയപ്പെട്ട ഷെഫീഖ് എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. പ്രിയപ്പെട്ട ഷിയാസ് ആണ് മൂന്നാമതായിട്ടുള്ള നമ്മുടെ ഫാക്കൽറ്റി. ഗവൺമെന്റ് കോളേജ് മടപ്പള്ളിയിൽ നിന്ന് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം NIT റൂർക്കലിൽ വെച്ച് അദ്ദേഹം MA ഡെവലപ്മെന്റ് സ്റ്റഡീസ് പൂർത്തീകരിക്കുകയാണ്. അദ്ദേഹം വ്യത്യസ്ത വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ കൂടെ വർക്ക് ചെയ്ത ആളാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി വാണിമേൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വാണിമേലിന്റെ ചെയർമാൻ ആയിരുന്നു. മികച്ച ട്രെയിനറാണ്. ഫിനിക്സ് ഫൗണ്ടേഷന്റെ കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. CGയുടെ ഫാക്കൽറ്റിയാണ്. നിലവിൽ അദ്ദേഹം ചെന്നൈയിലെ വെലാമൽ ഇന്റർനാഷണൽ സ്കൂളിൽ PGT എക്കണോമിക്സ് ആയിട്ട് ജോലി ചെയ്യാണ്. അതിന്റെ കൂടെ തന്നെ സ്റ്റോറി ടെല്ലർ ക്ലബിൽ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായിട്ടും കൂടെ പ്രവർത്തിക്കുകയാണ്. അപ്പം ഈ 3 വ്യക്തിത്വങ്ങൾ നിങ്ങളോടൊപ്പം സംവദിക്കുകയാണ്. ഒരു കാര്യം കൂടി ഇതിന്റെ കൂടെ ചേർത്ത് പറയാനുള്ളത്, ഇത് നമ്മുടെ ഒരു തുടക്കമാണ്. നിങ്ങൾ ജോയിൻ ചെയ്തിരിക്കുന്ന ഗ്രൂപ്പിലും തുടർന്ന് ടൈം നടത്തുന്ന പരിപാടികളിലും ഇതിനപ്പുറമുള്ള എല്ലാ ഫാക്കൽറ്റീസിന്റെയും സേവനം നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. ഈ പ്രോഗ്രാമിൽ എത്തിച്ചേർന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് ടൈമിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്ന 3 ഫാക്കൽറ്റീസിനെയും ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് സെഷന്റെ സ്റ്റാർട്ടിങ്ങിന് വേണ്ടി പ്രിയപ്പെട്ട ഷിയാസിനെ ക്ഷണിക്കാം. താങ്ക് യു. Yes, on mute. Okay, sorry. So thank you, Aziz sir. സോ ടൈമിന്റെ പ്രോഗ്രാംസ് അധികം വളരെ ചുരുങ്ങിയ ഇൻട്രൊഡക്ഷൻസോടുകൂടിയാണ് നമ്മൾ ആരംഭിക്കാറ്. അപ്പോൾ നിങ്ങൾക്കൊരു ചെറിയൊരു ഐഡിയ ഇന്ന് നടക്കാൻ പോകുന്നതിനെ കുറിച്ച് കിട്ടിയിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. സോ നമ്മളിൽ പല ആളുകളും, ഞാൻ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട്സ് നമ്മളൊരു ഗൂഗിൾ ഫോമിൽ എടുത്ത സമയത്ത് അതിൽ കണ്ടത് പല ആളുകളും ഡിഗ്രിയോ PGയോ കഴിഞ്ഞിട്ടുള്ള ആളുകളാണ്, അല്ലെങ്കിൽ ഡിഗ്രിയോ PGയോ പഠിക്കുന്ന ആളുകളാണ്. സോ നമ്മുടെ ജോബ് മാർക്കറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു 5-6 വർഷങ്ങളൊക്കെ ആയിട്ട് വളരെ വലിയ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സോ ബേസിക് ആയിട്ട് നമ്മളെ നന്നായിട്ട് പ്രസന്റ് ചെയ്യുകയും വളരെ കോമ്പിറ്റന്റ് ആയ ഈ ഒരു ജോബ് മാർക്കറ്റിന്റെ അകത്ത് കൃത്യമായി നമ്മൾ പ്രൈസ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഈ പറയുന്ന തരത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ജോലി നമുക്ക് കിട്ടുന്നത്. പലപ്പോഴും നമുക്ക് നല്ല ക്വാളിഫിക്കേഷൻസ് ഉണ്ട്, നല്ല ക്വാളിറ്റീസും ഉണ്ട്, പക്ഷേ ഈ ജോബിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്തൊരു ഗ്യാപ്പ് എന്തോ നമുക്ക് എല്ലാ ആളുകളും ഫേസ് ചെയ്യുന്നുണ്ട്. അത് ഈവൻ അത് സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിച്ച ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ. സോ ഇന്നത്തെ സെഷനെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ഞാൻ തരികയാണ്. ഒരു ഫസ്റ്റ് സെഷൻ എന്ന നിലയിൽ വളരെ ബേസിക് ലെവലിൽ എങ്ങനെ നമ്മൾ റെസ്യൂമിനെ അപ്രോച്ച് ചെയ്യണം, എങ്ങനെയാണ് നമ്മൾ റെസ്യൂം എഴുതേണ്ടത് എന്നൊരു സെഷനാണ് ആദ്യം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം മുജീബ് സർ ലീഡ് ചെയ്യുന്ന ലിങ്ക്ഡിൻ പ്ലാറ്റ്ഫോംസുകൾ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഉദ്ദേശിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഞങ്ങൾ 3 പേരും അതിൽ ആക്റ്റീവായിട്ടുണ്ടാവും. എന്നാലും ഷഫീഖ് സാറായിരിക്കും അത് കാര്യമായിട്ട് ലീഡ് ചെയ്യുന്നത്. ഇന്റർവ്യൂ സ്കിൽസ്, അല്ലെങ്കിൽ നമ്മൾ റെസ്യൂമ് കൊടുത്ത് നമ്മൾ ലിങ്ക്ഡിൻ ഒക്കെ നന്നായി മാനേജ് ചെയ്ത് നെറ്റ്വർക്ക്സും ഒക്കെ നന്നായിട്ട് കണക്ഷൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് അവസാനം നമ്മൾ എത്തുന്നത് ഒരു ഇന്റർവ്യൂ പാനലിന്റെ മുന്നിലാണ്. അവിടെ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണം, എങ്ങനെ ഇന്റർവ്യൂവിന് എങ്ങനെ പ്രിപ്പറേഷൻ നടത്തണം. പലപ്പോഴും നമ്മുടെ പറയാറുണ്ടല്ലോ, നമ്മുടെ ഫിനിഷിംഗ് എന്ന് പറയുന്നത് വളരെ നന്നായാലും മാത്രമേ നമുക്കത് സക്സസ് ആകത്തുള്ളൂ. അപ്പോൾ എങ്ങനെ ഫിനിഷ് ചെയ്യണം, എങ്ങനെ ഇന്റർവ്യൂ സ്കിൽസ് ഉണ്ടാക്കിയെടുക്കണം, എങ്ങനെ പ്രിപ്പറേഷൻസ് നടത്തണം, ഒരു ബ്രീഫ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അറിയാം നമുക്കുള്ള പരിമിതി ഉണ്ട്, അതിനുള്ളിൽ എത്രത്തോളം നമുക്ക് കവർ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. എങ്കിൽ പോലും ടൈമിന്റെ ഈ ഒരു ഇനീഷ്യേറ്റീവ് തുടക്കമാണ്, ഒടുക്കല്ല. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഗ്രൂപ്പും അതിനുശേഷമുള്ള സപ്പോർട്ടൊക്കെ നമ്മൾ ഇതിനു ശേഷവും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം തന്നെയാണ് ആഗ്രഹിക്കുന്നത്. സോ എന്തായാലും ഈ സപ്പോർട്ട്സും ഗൈഡൻസും നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും എന്ന് വിചാരിക്കാം. സോ ഞാൻ ഇതിൻ്റെ അകത്ത് കൈകാര്യം ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് റെസ്യൂമാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു നിർദ്ദേശം തന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഈ സെഷൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു വേർഡ് ഡോക്യുമെന്റോ അല്ലെങ്കിൽ ഒരു പെന്നോ പേപ്പറോ കയ്യിൽ കരുതണം എന്നുള്ളത്. ഐ ഹോപ്പ് എല്ലാ ആളുകളും അത് കരുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ റെസ്യൂമിലേക്ക് കിടക്കാം. റെസ്യൂം എന്ന് പറയുന്ന ഒരു ബേസിക് ആയിട്ട് നമ്മളുടെ ഒരു റെപ്രസെന്റേഷൻ ആണ്. ഞാൻ ആരാണ് എന്ന് കാണിക്കുന്ന സാധനമാണ് റെസ്യൂം. അപ്പോൾ നിങ്ങൾക്കറിയാം, കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് HRs അവർ റെസ്യൂം ഇങ്ങനെ ചെക്ക് ചെയ്യുമായിരുന്നു, എന്നിട്ട് അവരതിൽ നിന്ന് ഒരാളെ പിക്ക് ചെയ്യും. നേരെ മറിച്ച് ഈ ഒരു സമയത്ത് ATS ഫോർമാറ്റ് വന്നിട്ടുണ്ട്. ഞാൻ ഓഡിയബിൾ ആണോ? യെസ്. സോ അപ്ലിക്കന്റ് ട്രാക്കിംഗ് സിസ്റ്റം ATS ഫോർമാറ്റിലുള്ള റെസ്യൂംസുകൾ ആണ് നമ്മളിപ്പോ ഒരുപാട് അപ്ലിക്കൻസ് വരുന്ന ജോലികൾക്ക് പലപ്പോഴും
ഒരു ഒരു മിനിമം ലെവലിൽ ഈ ഈ പറയുന്ന ഒരു സോർട്ടിങ് നടത്തുന്നത് പലപ്പോഴും AI ടെക്നോളജീസും ഈ പറഞ്ഞ ATS ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ റെസ്യൂമിന് ഒരു പ്രോപ്പർ ഫോർമാറ്റ് ഉണ്ടാവുക, അതിൽ ഉപയോഗിക്കേണ്ട കീവേഡ്, അതിന്റെ സ്ട്രക്ചർ, ഈ ഏരിയയിലാണ് നമ്മുടെ ആദ്യത്തെ ഡിസ്കഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് ഞാനൊരു PPT ഷെയർ ചെയ്യാം. 1 മിനിറ്റ്, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ടേ. സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? വൈറ്റ് ബോർഡ് കാണാൻ പറ്റുന്നുണ്ട്. 1 മിനിറ്റ്. ഇപ്പോയോ? ഓക്കെ, ലെറ്റ് മീ ഒന്നുകൂടി ട്രൈ ചെയ്യാവോ? ഇപ്പം ട്രൈ ചെയ്തോണ്ടിരിക്കുകയാണ്. പെർഫെക്റ്റ്. ഓക്കെ, പെർഫെക്റ്റ്. ഓക്കെ. ഓക്കെ, സ്ക്രീൻ വിസിബിൾ അല്ലേ? PPT വിസിബിൾ അല്ലേ? അതെ, വിസിബിൾ ആണ്. ഓക്കെ, താങ്ക് യു. സോ അപ്ഗ്രേഡ്, നമ്മളൊക്കെ ഈ സെഷൻ കഴിയുന്നതോടെ അപ്ഗ്രേഡഡ് ആവട്ടെ. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാ ആളുകളും നിങ്ങളുടെ പെന്നും പേപ്പറും എടുത്തൊന്ന് നിൽക്കുക. പറ്റുമെങ്കിൽ നിങ്ങൾ വേർഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വേർഡ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിൽ കിട്ടുന്ന പോയിന്റ്സ് നോട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നോട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഒരു ഫസ്റ്റ് നമ്മൾ റെസ്യൂമിലേക്ക് കയറുന്ന മുന്നേ, അതിനൊരു ഡിസൈൻ ഒക്കെ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു സാധനമാണ് നമ്മുടെ ബേസ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഈ ബേസ് പ്രൊഫൈൽ ഈ പറഞ്ഞ ഞാൻ ഇതിൽ ലിസ്റ്റ് ഔട്ട് ചെയ്ത കാര്യങ്ങളൊക്കെയാണ് അതിൽ വരിക. ഒന്നാമത്തത് പേഴ്സണൽ ഡീറ്റെയിൽസ്, 2 ഒബ്ജക്റ്റീവ്സ്, പിന്നെ സ്കിൽസ്, പ്രൊജക്ട് ആൻഡ് എക്സ്പീരിയൻസസ്, പിന്നെ ലാസ്റ്റ് അച്ചീവ്മെന്റ്സ്. ബേസിക് ആയിട്ട് നമ്മുടെ ഒരു റെസ്യൂമിലേക്ക് വരേണ്ട കാര്യത. അപ്പോൾ ഇതിന്റെ കൂടെ വരുന്ന സാധനമാണ് നമ്മുടെ എഡ്യൂക്കേഷൻ കൂടെ ഉള്ളത്. അത് ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മുടെ ഒരു ബേസ് പ്രൊഫൈലോട്ട് വരിക. ഓക്കെ, സോ എക്സ്ക്യൂസ് മീ, ഹലോ, ഓഡിബിൾ ആണ്. പ്രൊസീഡ്. ഓക്കെ, സോ ഈ പേഴ്സണൽ ഡീറ്റെയിൽസിൻ്റെ അകത്ത് ഞാൻ അതിലേക്ക് ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പോവാണ്. അപ്പൊ ഈ പേഴ്സണൽ ഡീറ്റെയിൽസിൻ്റെ അകത്ത് നമ്മളെ കുറിച്ചുള്ള ഒരു 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 ബേസിക് ഇൻഫർമേഷൻസ് ആണ് ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ പേര്, അഡ്രസ്സ്, സോഷ്യൽ മീഡിയ ഹാൻഡിൽസ്, കോണ്ടാക്ട്. ഇപ്പൊ ഇതിൽ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ഞാനൊന്ന് ബോൾഡ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്, നമ്മുടെ ഇതിന് മുന്നേക്ക് ഉണ്ടായിരുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് പലതരത്തിലായിരുന്നു. എന്നാൽ ഇന്ന് ഈ കാലത്ത് ഇനി വരുന്ന സമയത്ത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ നടക്കാൻ പോകുന്നത് നമ്മുടെയൊക്കെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് വെച്ചിട്ടായിരിക്കും. ഇപ്പൊ ഒരു HR-ന്റെ മുന്നിലേക്ക് ഒരു റെസ്യൂമെ വരും, അയാൾ വളരെ കോമ്പീറ്റന്റ് ആണ്, അയാളെ നമുക്ക് പിന്നെ ഈ പറഞ്ഞ പെർട്ടിക്കുലർ ജോബിനൊക്കെ എടുക്കാമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇയാളുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് മനസ്സിലാക്കാൻ ഇന്നുള്ള ഏറ്റവും നല്ല വഴിയാണ് സോഷ്യൽ മീഡിയ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ വളരെ റാഡിക്കൽ ആയിട്ടുള്ള പോസ്റ്റുകളാണ്, അല്ലെങ്കിൽ ആ തരത്തിൽ എൻഗേജ്മെന്റ്സ് ആണ് കൂടുതലെങ്കിൽ സ്വാഭാവികമായിട്ട് ചില HR തന്നെ ബഹുഭൂരിപക്ഷം HRസും ചിലപ്പോൾ റിക്രൂട്ടേഴ്സ് ഓക്കെ താൽക്കാലികമായിട്ട് ഇയാളെ ഹോൾഡ് ചെയ്യാൻ എന്നൊരു ചിന്ത വരാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ, നമ്മൾ വിർച്വലിയുടെ നമ്മുടെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ ജോബ് മാർക്കറ്റിൽ അത്രത്തോളം പ്രാധാന്യമുള്ളതാണ്. ഈ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിൻ്റെ അകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന പലതരം സോഷ്യൽ മീഡിയാസ് ഉണ്ട്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം തുടങ്ങി. ഓക്കെ, പക്ഷെ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു സോഷ്യൽ മീഡിയ നമ്മൾ ആരും ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. അതാണ് ലിങ്ക്ഡിൻ. ഇപ്പൊ മുജീബ് ഭായ് അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയ ഒരു സെഷൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. റെസ്യൂമിന്റെ ഈ ഒരു സെഷൻ്റെ അകത്തും ചില കേസ് എക്സാമ്പിൾസുകൾ എനിക്ക് കാണിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ, സോ എത്ര പേർക്ക് ലിങ്ക്ഡിൻ അക്കൗണ്ട് ഉണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ സെഷൻ കഴിയുന്നതോടുകൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ലിങ്ക്ഡിൻ അക്കൗണ്ട് നിർബന്ധമായിട്ട് ഉണ്ടാവുകയും അതൊരു നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും. അതിന്റെ കൂടെ തന്നെ നിങ്ങളുടെ മറ്റ് സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് കൂടെ നന്നാക്കി എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു പേപ്പറോ ഒരു വേർഡോ ഇല്ലേ, അപ്പൊ അതിൽ ബേസ് പ്രൊഫൈൽ എഴുതുക, പറ്റുമെങ്കിൽ ബേസ് പ്രൊഫൈൽ എഴുതുക. എന്നിട്ട് ഫസ്റ്റ് പേഴ്സണൽ ഡീറ്റെയിൽസ്, നിങ്ങളുടെ പേര് എഴുതുക, അഡ്രസ്സ് എഴുതുക. സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് നിങ്ങൾ വെക്കേണ്ടത് ലിങ്ക്ഡിൻ ആയിരിക്കണം. അപ്പൊ ലിങ്ക്ഡിന്റെ URL ആയിരിക്കും പലപ്പോഴും നമ്മൾ ഇതിൽ വെക്കുക. നിങ്ങളുടെ കോൺടാക്ട് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മെയിൽ വരും, അതേപോലെ തന്നെ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോൺ നമ്പറും കൂടെ വരും. ഓക്കെ, നിങ്ങൾക്കത് ഇപ്പൊ പറ്റുമെങ്കിൽ എഴുതി വെക്കാം. ഓക്കെ, ഇത് ഞാൻ ഓൾറെഡി സോഷ്യൽ മീഡിയനെ കുറിച്ച് പറഞ്ഞ കാര്യമാണ്. ഓക്കെ, യെസ്. നെക്സ്റ്റ് ഏരിയ എന്ന് പറയുന്നത് റെസ്യൂമിൽ പ്രധാനമായിട്ടും ഇത് നമ്മുടെ നാട്ടിൽ ആളുകൾ റെസ്യൂം ഉണ്ടാക്കുന്നതിന്റെ എല്ലാത്തിൻ്റെ ഒരു പരിധി വരെ അതിൻ്റെയൊക്കെ ഫോർമാറ്റ് സെയിം ആയിരിക്കും.
ഒബ്ജക്റ്റീവ്സും ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എബൌട്ട് എന്ന് പറയുന്നത് സമ്മർ എന്നൊക്കെ പറയുന്നത് നമുക്ക് എല്ലാം കൂടി ഒരു ഹെഡിന്റെ അണ്ടറിലേക്ക് അതിനെ കൊണ്ടുവരാം. അപ്പൊ നിങ്ങൾ ഇവിടെ കൊടുത്ത ഒബ്ജക്റ്റീവ്സ് എല്ലാവരും ഒന്ന് വായിച്ചേ. ഞാനൊരു ചെറിയൊരു പൗസ് ചെയ്യാണ്. നിങ്ങൾ എല്ലാവരും നിലവിൽ കൊടുത്ത ആ ഒരു ഒബ്ജക്റ്റീവ് ഒന്ന് വായിക്കാൻ പറ്റുമോ? വായിച്ചോ? എനിക്കറിയാം ഓൺലൈനാണ്, ഇന്ററാക്ഷൻസിന് Yes. പരിധിയും പരിമിതിയൊക്കെ ഉണ്ടെന്ന് അറിയാം. ഓക്കെ, Yes. അപ്പോൾ നിങ്ങളത് വായിച്ചപ്പോ ആ പറയുന്ന ഈ ഒബ്ജക്റ്റീവ് എഴുതിയ ആളെ കുറിച്ച് എന്തെങ്കിലും ഒരു വിവരം അതിൽ നിന്ന് കിട്ടാൻ പറ്റിയോ? അയാളെ കുറിച്ചോ അയാളുടെ സ്കിൽസിനെ കുറിച്ചോ? യെസ് ഓർ നോ? കിട്ടിയോ? ഇല്ല. ഇല്ല. അപ്പോ ഇതാണ് നമ്മൾ ബഹുഭൂരിപക്ഷ ആളുകളും നമ്മളൊരു വലിയ ഒരു സെന്റൻസിൽ നമ്മൾ എഴുതുന്ന ഒബ്ജക്റ്റീവ്സിന്റെ ഒരു അവസ്ഥ ഇതാണ്. ഞാൻ ഒന്നുകൂടെ വായിക്കാം. ടു വർക്ക് വിത്ത് ഡെഡിക്കേഷൻ ആൻഡ് ഡിറ്റർമിനേഷൻ ഇൻ ആൻ എൻവറോൺമെന്റ് വെർ ഐ ക്യാൻ യൂട്ടിലൈസ് മൈ നോളജ് ആൻഡ് അബിലിറ്റീസ് ടുവാർഡ്സ് ദ ഗ്രോത്ത് ഓഫ് ദ ഓർഗനൈസേഷൻ ആൻഡ് ഓൾസോ എൻഹാൻസ് മൈ പ്രൊഫഷണൽ ആസ് വെൽ ആസ് പേഴ്സണൽ സ്കിൽസ്. ബേസിക്കലി പറഞ്ഞ് എനിക്ക് നിങ്ങളുടെ കമ്പനിയിൽ ജോലി വേണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഞാൻ എന്താണെന്നോ എങ്ങനെ എൻ്റെ സ്കിൽസ് ഈ കമ്പനിയിലും ഈ ഓർഗനൈസേഷനും ബെനിഫിറ്റ് ചെയ്യുന്ന തരത്തിൽ യാതൊന്നും പറഞ്ഞിട്ടില്ല. ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എബൌട്ട് മീ എന്ന് പറയുന്നത് സമ്മറി എന്ന് പറയുന്നത് നിങ്ങളെ പിക്ക് ചെയ്യാനുള്ള USP അവർക്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ അവർ ചിലപ്പോൾ കംപ്ലീറ്റ് റെസ്യൂം പോലും ചെക്ക് ചെയ്യണമെന്നില്ല. ഈ ഒബ്ജക്റ്റീവ് കാണുമ്പോൾ തന്നെ ഓക്കെ ദിസ് ആള് നമുക്ക് ആപ്റ്റ് ആണെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ പറ്റണം. ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ആ തരത്തിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മളെ കുറിച്ച് നമുക്ക് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാനും നമുക്ക് ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇത്തരത്തിലുള്ള ഒബ്ജക്റ്റീവ്സ് മാറ്റിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഒബ്ജക്റ്റീവ്സ് എഴുതണം. അപ്പൊ അതിനൊരു ബേസിക് ഫോർമുല ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, സോ ഒബ്ജക്റ്റീവ്സിന്റെ ഫോർമുല ഇതാണ്. ടു യൂട്ടിലൈസ് S1, ദാറ്റ് ഈസ് സ്കിൽ നമ്പർ 1, skill number 2 and skill number 3 to accomplish XYZ in ABC domain. ഓക്കെ, സോ എനിക്കറിയാം നമ്മൾ ഓരോ ആളുകളും നിൽക്കുന്നത് ഓരോ ഡൊമൈൻ്റെ അകത്താണ്. നമ്മൾ ഓരോ ആളുകൾ ഓരോ പ്രൊഫഷണൽ ഫീൽഡിൽ നിൽക്കുന്ന ആളുകളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാനിപ്പോ ഒരു ഫീൽഡ് എഴുതുന്നതിന് പകരം ഞാൻ ആ ഫോർമാറ്റ് തന്നതിന്റെ ഗുണം അതാണ്. അതായത് നമ്മുടെ പ്രൈമറി സ്കിൽസ് ഏതൊക്കെയാണെന്ന് നോക്കും. ഈ പ്രൈമറി സ്കിൽസ് കൊണ്ട് നമ്മൾ ആരോ അൺമ്യൂട്ട് ആണ്, ഒന്ന് മ്യൂട്ട് ആവോ? ഓക്കെ, സോ ടു യൂട്ടിലൈസ് സ്കിൽ നമ്പർ 1, സ്കിൽ നമ്പർ 2, സ്കിൽ നമ്പർ 3. ഈ സ്കിൽസ് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രൈമറി സ്കിൽസ് ആണ്. നിങ്ങൾ ചിലപ്പോൾ ഒരു കോണ്ടന്റ് റൈറ്റർ ആയിരിക്കാം, നിങ്ങളൊരു പ്രൊജക്ട് കോർഡിനേറ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളൊരു ടീച്ചർ ആയിരിക്കാം, HR മാനേജർ ആയിരിക്കാം, മാർക്കറ്റിംഗിൽ വർക്ക് ചെയ്യുന്ന ആളായിരിക്കും. ഇതിൽ ഓരോ മേഖലക്കും ആവശ്യമാകുന്ന പ്രൈമറി സ്കിൽസ് ഉണ്ട്. അത് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാവുകയും ചെയ്യും. അത് സോഫ്റ്റ് സ്കില്ലോ ഹാർഡ് സ്കില്ലോ ആവാം. ഈ സ്കിൽസ് കൊണ്ട് നിങ്ങൾ അക്കംപ്ലിഷ് നിങ്ങൾ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു ഏത് ഡൊമൈൻ്റെ അകത്ത്, ഇന്നേ ഡൊമൈൻ്റെ അകത്ത്. അപ്പൊ നിങ്ങൾ അതിനകത്ത് ഒരു സാമ്പിൾ ഒബ്ജക്റ്റീവ് വായിച്ചേ. നിങ്ങൾക്ക് എന്താ വായിക്കുക, അതിനുശേഷം ഞാൻ പറയാം. ഓക്കെ, ഇവിടെ കൊടുത്ത കരിയർ ഒബ്ജക്റ്റീവ് വായിച്ചു നോക്കൂ. ടു യൂട്ടിലൈസ് മൈ സ്കിൽസ് ഓഫ് കോണ്ടന്റ് ക്രിയേഷൻ, സ്റ്റോറി ടെല്ലിംഗ് ആൻഡ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ടു ടെൽ ഇമ്പാക്ട്ഫുൾ സ്റ്റോറീസ് അബൌട്ട് ഇന്ത്യ. ഓക്കെ, ഇത് ഞാൻ ഒരാളുടെ റെസ്യൂമിൽ നിന്ന് ഞാൻ എടുത്തൊരു സാധനമാണ്. അതായത് പിന്നെ നമ്മുടെ നെറ്റ്ഫ്ലിക്സ് പോലത്തെ അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേഷൻസ്, പ്രത്യേകിച്ച് ഓൺലൈൻ OTT പ്ലാറ്റ്ഫോംസ് ഒക്കെ തരത്തിലുള്ള സീരീസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന പ്ലാറ്റ്ഫോംസിന് വേണ്ടിയിട്ട് ഒരാൾ നിർമ്മിച്ചൊരു ഒരു ഒബ്ജക്റ്റീവിന്റെ സാമ്പിൾ ആണ്. അപ്പൊ അത് ആ പറയുന്ന സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഇന്ത്യൻ കോണ്ടിനെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറീസ്, അതേ സീരീസുകൾ വർക്ക് ചെയ്യുന്നതാണ്. അപ്പൊ അവിടെ അവർക്ക് ആപ്റ്റാകുന്ന തരത്തിലാണ് ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് 3 സ്കിൽസ് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് കോണ്ടന്റ് ക്രിയേഷൻ ആണ്, സ്റ്റോറി ടെല്ലിംഗ് ആണ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആണ്. ഈ 3 ഡൊമൈനിലും വർക്ക് ചെയ്യുന്നതാണ് ആ കമ്പനി. ഓക്കെ, സോ അവരുടെ മെയിൻ ഏരിയ എന്ന് പറയുന്നത്, അവരുടെ ഡൊമൈൻ എന്ന് പറയുന്നത് ഇന്ത്യ ബേസ്ഡ് ആയിട്ടുള്ള, ഏഷ്യ ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റോറീസുകൾ ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, സോ ഞാൻ അടുത്തൊരു ഇതുകൂടെ കാണിച്ചു തരാം. ഒരു ഒബ്ജക്റ്റീവ്സ് ഒന്ന് വായിക്കാവോ? അബൌട്ട് മീ എന്ന് എഴുതിയതിന് താഴെ. യെസ്, വായിച്ചോ? ഓക്കെ, സോ
വായിച്ചു നോക്കൂ. I'm a self-taught web developer with diverse freelance experience and seeking to obtain specialization in SEO and SMM. ഓക്കെ, സോ ഇതില് മെൻഷൻ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ടേം ഉണ്ട്, അതാണ് സെൽഫ് ടോട്ട് വെബ് ഡെവലപ്പർ. അതായത് നമ്മൾ ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു ബേസിക്കലി ഒറ്റയ്ക്ക് പഠിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുതലാണ്. നമ്മൾ ഇന്ന് ഈ ഡിഗ്രി എടുക്കുന്നു എന്നതിനേക്കാൾ കൂടുതൽ ആളുകളും ഫ്രീലാൻസേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഇത് ഏറ്റവും കൂടുതൽ ഫ്രീലാൻസേഴ്സിനെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഈ പറഞ്ഞത് വെബ് ഡെവലപ്പിംഗിന്റെ അകത്ത്, അതേപോലെ തന്നെ ആഡ് റിലേറ്റഡ് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഏരിയാസിന്റെ അകത്തൊക്കെ നമുക്ക് ഇന്ന് അത്രയും ഫ്രീലാൻസേഴ്സിനെ കാണാൻ പറ്റുന്നത്. ഇവര് നമ്മൾ ഈ മാസ് കമ്മ്യൂണിക്കേഷൻസ് ഒന്നും കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഇന്ന് ഈ നല്ല എന്താണ് ഈ ഫെസിലിറ്റീസിലൂടെ ഇന്റർനെറ്റിലൂടെയും കോഴ്സുകൾ കണ്ടെത്തുകയും ആ രീതിക്ക് തന്നെ സ്വന്തമായി പഠിച്ചെടുക്കുകയും ചെയ്തു. 21st സെഞ്ചുറിന്റെ അകത്ത് ഏറ്റവും നമുക്കൊക്കെ ഉണ്ടായിരിക്കേണ്ട സ്കില്ലുകളിൽ ഒന്നാണ് സെൽഫ് ടോട്ട് എന്ന് പറയുന്നത്. നമ്മൾ ഒരു ഈ പറഞ്ഞ അക്കാഡമിക്കലി കഴിയുന്ന സമയത്ത് നമ്മൾ തന്നെ ചിന്തിച്ചു നോക്കണം പഠിച്ചത്ര കാര്യങ്ങൾ മനസ്സിലുണ്ട് എന്നുള്ളത്. ആ ഒരു ജോബ് കാര്യങ്ങളിലേക്ക് വരുന്ന സമയത്ത് ഓരോ പ്രാവശ്യം നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാനും നമുക്ക് പറ്റണം. സോ ഇതില് ഈ പറഞ്ഞ വ്യക്തി പറയുന്നത് ഐ എം എ സെൽഫ് ടോട്ട് വെബ് ഡെവലപ്പർ വിത്ത് ഡൈവേഴ്സ് ഫ്രീലാൻസ് എക്സ്പീരിയൻസ്. സോ അയാളെ കുറിച്ച് കൃത്യമായിട്ട് അവിടെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അയാൾ ഒന്ന് സെൽഫ് ടോട്ട് ആയിട്ടുള്ള വെബ് ഡെവലപ്പർ ആണ്, രണ്ടാള് നല്ല ഫ്രീലാൻസ് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. സ്വാഭാവികമായിട്ടും അയാൾക്കൊരു നല്ല നെറ്റ്വർക്ക് ഉണ്ടാവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. Okay, so and seeking to obtain specialization in SEO. SEO എന്ന് പറഞ്ഞാൽ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. ഈ പറയുന്ന SEO SMM ഒക്കെ എന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട ടേംസുകളാണ്. അപ്പോൾ ഇയാൾ ഒരു ഇന്റർവ്യൂവിലേക്ക് പോവുകയാണ് കരുത്. സ്വാഭാവികമായിട്ട് ഇയാൾ ഒരു ഫ്രീലാൻസർ ആണ്. ഇയാൾക്ക് നല്ലൊരു സ്കില്ലായിട്ട് ഇയാൾ കാണിക്കുന്ന സ്കിൽ എന്ന് പറയുന്നത് സെൽഫ് ടോട്ട് വെബ് ഡെവലപ്പർ. ഇയാൾ സ്വന്തമായി പഠിച്ചെടുത്ത ആളാണ്. ഇയാളുടെ ഫ്രീലാൻസ് എക്സ്പീരിയൻസിനെ കുറിച്ച് സ്വാഭാവികമായിട്ടും ക്വസ്റ്റ്യൻ ഉണ്ട്. ഇയാളുടെ നെറ്റ്വർക്കിംഗ് എങ്ങനെയായിരുന്നു, അപ്പൊ ഇയാൾ എങ്ങനെ ആളുകളെ ഹാൻഡിൽ ചെയ്തു, അപ്പൊ ഇയാൾക്ക് സ്വാഭാവികമായിട്ടുള്ള ഇന്റർപേഴ്സണൽ സ്കിൽസുകൾ, കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ അതിൽ വരുമെന്നുള്ളതാണ്. ഇനി അത് മാത്രമല്ല, ഇയാൾ ഓൾറെഡി പറഞ്ഞ സീക്കിംഗ് ടു ഒബ്റ്റെയിൻ സ്പെഷ്യലൈസേഷൻ SEO ആൻഡ് SMM. സ്വാഭാവികമായിട്ടും ഇയാളോട് എന്തായാലും SEO കുറിച്ചോ SMM കുറിച്ചോ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ചോദ്യം ഉണ്ടാവാനുള്ള ചാൻസ് കുറവാണ്. കാരണം എന്താണ്? കാരണം എന്ന് വെച്ചാൽ ഇയാൾ ഓൾറെഡി പറഞ്ഞു അയാൾ അതിൽ സ്പെഷ്യലൈസ്ഡ് അല്ല, അയാൾ എക്സ്പേർട്ട് അല്ല, അയാൾ എക്സ്പേർട്ട് ആവാൻ ആഗ്രഹിക്കുന്നതാണ്. ഒരു കമ്പനിയുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കുന്ന സമയത്ത് അവർ കാണുന്ന എന്താണ്? സ്വന്തമായി പഠിക്കാൻ കഴിയുന്ന, അതായത് നമ്മൾ സപ്പോർട്ട് ചെയ്യുമെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് പഠിക്കാൻ കഴിയും, സ്വന്തമായിട്ട് കാര്യങ്ങൾ ഇനീഷ്യേറ്റീവിൽ സ്വന്തമായി പഠിക്കുകയും ബെറ്റർ ആവുകയും അപ്ഗ്രേഡ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരാൾ. അയാൾക്ക് നല്ല ഫ്രീലാൻസ് നെറ്റ്വർക്ക്സ് ഉണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്, അയാൾ സ്വന്തമായിട്ട് ചെയ്ത കാര്യങ്ങളാണ്. ഇയാള് നമ്മുടെ കമ്പനിയിലേക്ക് വരുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇയാൾ ഈ പറഞ്ഞ പെർട്ടിക്കുലർ ഡൊമൈൻ്റെ അകത്ത് സ്പെഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും കമ്പനിയിൽ ഒരു വ്യക്തി വരികയും ആ വ്യക്തി കമ്പനിയിൽ അയാളുടെ ഡെവലപ്മെന്റോട് കൂടി വളരുകയും ചെയ്യുമെന്ന് കാണുന്ന സമയത്ത് അവരെ എടുക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കൃത്യമായി നമ്മളെ ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ് ഒബ്ജക്റ്റീവിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കേവലം ഒരു സെന്റൻസോ കേവലം ഒരു പാരാഗ്രാഫോ എഴുതുക എന്ന് മാത്രമല്ല എന്നുള്ളതാണ്. സോ ഇനി അടുത്തൊരു സമ്മറി നിങ്ങൾക്ക് നോക്കൂ. I'm a creative fashion designer with a passion for practical and stylish clothing. Okay. അയാൾ ഡിഫൈൻ ചെയ്താണ് ക്രിയേറ്റീവ് ഫാഷൻ ഡിസൈനർ. നേരത്തെ പറഞ്ഞ സെൽഫ് ടോട്ട് വെബ് ഡെവലപ്പർ പോലെ തന്നെയാണ് ഇത്. ഓക്കെ, സോ ഇതിൻ്റെ അകത്ത് ഇയാളുടെ മെയിൻ ഏരിയ എന്ന് പറയുന്നത്, ഇയാളുടെ പാഷൻ എന്ന് പറയുന്നത് സ്റ്റൈലിഷ് ക്ലോത്തിങ്. ഐ ഹാവ് എ സ്ട്രോങ് ബാക്ക്ഗ്രൗണ്ട്. അയാളുടെ ബാക്ക്ഗ്രൗണ്ട് എവിടെയാണ്? ടെക്നിക്കൽ കൺസ്ട്രക്ഷൻ ആൻഡ് ടെക്സ്റ്റൈൽ ഡിസൈൻ. അപ്പൊ ഇത്രയും മതി. നമ്മൾ എന്താണ്, നമ്മുടെ ഡൊമെയിൻ എവിടെയാണ്, നമ്മുടെ സ്കിൽ സെറ്റ് എവിടെയാണ്, നമ്മൾ ഇതുകൊണ്ട് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മൾ എന്താണ്, നമ്മുടെ ഡൊമെയിൻ, നമ്മുടെ പ്രൈമറി സ്കിൽസ് എന്താണ്, ഇതിനെ കൊണ്ട് നമ്മൾ മുന്നോട്ടൊരു വിഷൻ എന്താണ് എന്ന് കാണിക്കുന്ന തരത്തിലായിരിക്കണം നമ്മുടെ ഒബ്ജക്റ്റീവ്സ്, അല്ലെങ്കിൽ നമ്മുടെ അബൌട്ട് മീ, അല്ലെങ്കിൽ നമ്മുടെ സമ്മറി. അത് ഞാൻ ആദ്യം കാണിച്ച തരത്തിലുള്ള സമ്മറി ആവരുത്. ഓക്കെ, സോ ഇപ്പൊ നമ്മൾ നെക്സ്റ്റ് വരുന്ന ഒരു ഏരിയ ആണ് സ്കിൽസ് എന്ന് പറയുന്നത്. അപ്പോ സ്കിൽസ് നമുക്കറിയാം, ഹാർഡ് സ്കിൽസ് ഉണ്ട്, അതേപോലെ തന്നെ സോഫ്റ്റ് സ്കിൽസ് ഉണ്ട്. ഈ സ്കിൽസ് ഒക്കെ ഓരോ റെസ്യൂംസിനനുസരിച്ചിട്ടും അല്ലെങ്കിൽ ഓരോ ജോബ്സിനനുസരിച്ച് ഇതിനകത്ത് വലിയ രീതിയിൽ മാറ്റം ഉണ്ടാവും. അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, സോ എങ്ങനെയാണ് നമുക്ക് സ്കില്ലുകൾ എഴുതുന്നത്? ഇതിൻ്റെ അകത്ത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട സാധനം എന്ന് പറയുന്നത്, ഒന്നും നമ്മൾ സ്കിൽ എക്സാജറേറ്റ് ചെയ്യാൻ പാടില്ല. പല ആളുകൾക്കുള്ള ഒരു പ്രശ്നമാണ്, നമ്മൾ ഓക്കെ റെസ്യൂം എഴുതുന്നു, എന്നാൽ പിന്നെ എനിക്ക് കുറെ സ്കില്ല് കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ മുതൽ എല്ലാ സോഫ്റ്റ് സ്കില്ലും കാണും, അതിനകത്ത് എക്സലും ജി സൂട്ടും ഒക്കെ കാണും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഐഡിയ പോലും ഉണ്ടാവില്ല.
അപ്പോൾ നമ്മളോടൊരു എക്സൽ റിലേറ്റഡ് ആയതോ അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള നമ്മളിപ്പോൾ ഒരു സോഫ്റ്റ്വെയർ പൈത്തണിനെ കുറിച്ച് അതിനകത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ പൈത്തണിനെ കുറിച്ച് ചോദിച്ചാൽ നമുക്ക് അറിയില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഫേക്ക് ചെയ്തത് ഈ പറഞ്ഞ ഇന്റർവ്യൂവർ മനസ്സിലാക്കുകയും അവിടെ തന്നെ നമുക്ക് ഉണ്ടാവുന്ന ഒരു ചാൻസ് അവിടെ നഷ്ടപ്പെടുകയും ചെയ്യാണ്. ഒന്നാമത്തെ കാര്യം, എക്സാജറേറ്റ് ചെയ്യരുത്. നമ്മളുടെ ഉള്ളിലുള്ള സ്കിൽ എന്താണ് അത് മതി. അതിനെ നിങ്ങൾ ഏറ്റവും നന്നായിട്ട് പ്രസന്റ് ചെയ്യാന്നല്ല. അപ്പോ അത് മനസ്സിൽ വെക്കുക. ഇനി എങ്ങനെയാണ് സ്കിൽസിനെ നമ്മൾ എഴുതേണ്ടത്? ഇതിന് മുന്നേ ഒരു ക്ലാരിറ്റി തരാനുണ്ട്. ആ ക്ലാരിറ്റി എന്ന് പറയുന്നത്, റെസ്യൂമെ ഒരിക്കലും എന്ത് ചെയ്യരുത്, നമുക്കൊരു ജനറൽ റെസ്യൂമെ ആവാം. നമുക്കൊരു റെസ്യൂമെയോ CV ആവാം, നമ്മുടെ ഒരു കംപ്ലീറ്റ് പ്രൊഫൈലൊക്കെ വരുന്ന തരത്തിലാവാം. അത് നിങ്ങൾ ഓരോ ജോബിനനുസരിച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച് മാറ്റിയാൽ മതി. ഇപ്പൊ നമുക്ക് എല്ലാ ആളുകളും ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മുടെ ഒരു ജനറൽ റെസ്യൂം ഉണ്ടാവും. ആ റെസ്യൂം തന്നെയായിരിക്കും ചിലപ്പോൾ നമ്മൾ സെയിൽസ് പോകുമ്പോൾ അവിടെയും കൊടുക്കും, നമ്മൾ മാർക്കറ്റിംഗ് ജോബിന് പോവാണ് അതിനും കൊടുക്കും, HR ഓപ്പറേഷൻസ് കിട്ടുകയാണ് അതിനും കൊടുക്കും. അപ്പോൾ ഓരോ സ്ഥലത്തും അവർ റിക്വയർ ചെയ്യുന്ന സാധനങ്ങൾ ഡിഫറെന്റ് ആയിരിക്കും. ചിലപ്പോൾ അത് നമ്മുടെ റെസ്യൂമ് കാണുമായിരിക്കും, പക്ഷെ അതേ റെസ്യൂമിൽ തന്നെ ആവശ്യമില്ലാത്ത സാധനവും കാണും. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ ജോബിനും അനുസരിച്ച സാധനങ്ങൾ റെസ്യൂംസ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് സ്കിൽ എഴുതേണ്ടത്? ഓക്കെ, അപ്പോൾ ഈ സ്കിൽസ് എഴുതുന്നതിന് ആദ്യം ഞാൻ പറയുക, നിങ്ങൾ ആദ്യം തന്നെ ജോബ് ഡിസ്ക്രിപ്ഷൻ നന്നായിട്ട് വായിക്കുക. അപ്പൊ നിങ്ങൾ ഇന്നേ ജോബിനാണ് കൊടുക്കുന്നത്, നിങ്ങളൊരു പ്ലേസ്മെന്റ് കോർഡിനേറ്റർ ജോബിനാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു കരിയർ കൗൺസിലർ ആണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു മാനേജർ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ. അപ്പോൾ ലിങ്ക്ഡിനിലൂടെയാണ് നിങ്ങൾ ജോലി അന്വേഷിക്കുന്നതെങ്കിൽ ലിങ്ക്ഡിൻ്റെ അകത്ത് നിങ്ങൾക്ക് ആ ജോബ് ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാനിപ്പോൾ അത് കാണിച്ചു തരാം. അപ്പോൾ അത് കണ്ടിട്ട് കൃത്യമായിട്ട് വായിക്കുക. നമുക്ക് എല്ലാവർക്കും വരുന്ന പ്രശ്നമാണ്, നമ്മൾ നോക്കും, ഓക്കെ ഒരു ടീച്ചറുടെ ജോബ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു സെയിൽസ് പേഴ്സന്റെ ജോബ് ഉണ്ട്, അക്കാഡമിക് കോർഡിനേറ്ററോ എന്തോ ആയിക്കോട്ടെ. ഈ പറഞ്ഞ ജോബ് നമ്മൾ ഒന്ന് നോക്കി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിനെ വായിക്കൊന്നും ചെയ്യില്ല. നമ്മൾ ആ ഈസി അപ്ലൈ ക്ലിക്ക് ചെയ്യും, നമ്മൾ റെസ്യൂം അപ്ലോഡ് ചെയ്യുന്നു, എനി ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കുന്നുണ്ടെങ്കിൽ അതും കൂടെ നമ്മൾ കൊടുക്കുന്നു, ഫിനിഷ് ഇറ്റ്. ആ ഒരു കൈൻഡ് ഓഫ് സാധനമാണ്, ഒരു ആറ്റിറ്റ്യൂഡാണ് നമുക്ക് പലപ്പോഴും ഉണ്ടാവുന്നത്. അപ്പോൾ ആദ്യം ജോബ് ഡിസ്ക്രിപ്ഷൻ നന്നായിട്ട് വായിക്കുക. രണ്ട്, നിങ്ങളൊരു പെന്നോ പേപ്പറോ, ഇതുപോലെ ഒരു പെന്നോ പേപ്പറോ ഒരു നോട്ട്ബുക്കോ എടുത്തു കഴിഞ്ഞിട്ട് സ്കിൽസ് എന്ന് എഴുതുക. എന്തൊക്കെ സ്കിൽസ് ആണ് അവിടെ വന്നിട്ടുള്ളത്, അത് ഓരോന്നായിട്ട് നിങ്ങൾ എഴുതാൻ തുടങ്ങും. ഓക്കെ, അതായത് റിക്വയർഡ് സ്കിൽസുകൾ നിങ്ങൾ ഒരു പേപ്പറിന്റെ ഒരു സൈഡിൽ റിക്വയർഡ് സ്കിൽസ് 1, 2, 3 ആയിട്ട് നിങ്ങൾ എഴുതിക്കൊണ്ടേയിരിക്കുക. ഓക്കെ, അതേപോലെ തന്നെ സോഫ്റ്റ് സ്കിൽസ്. ഇനി മറ്റൊന്നാണ് ടൂൾസ്. ടൂൾസിന് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻസ് ആണ്, അല്ലെങ്കിൽ കോണ്ടന്റ് മാനേജ്മെന്റോ കോണ്ടന്റ് ക്രിയേഷൻ ഒക്കെയാണ് വേർഡ് പ്രസ് ഒരു ടൂളാണ്. അങ്ങനെ തരത്തിൽ അതൊരു സോഫ്റ്റ്വെയർസ് ആവാം, അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്ക് ആവാം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ടൂൾസിന്റെ അണ്ടറിൽ വരും. ഓക്കെ, സോ ഈ സ്കിൽസ് എഴുതുന്ന സമയത്ത് നമ്മൾ ആദ്യം ജോബ് ഡിസ്ക്രിപ്ഷൻ വായിക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ആ ജോബ് ഡിസ്ക്രിപ്ഷൻ റിക്വയർഡ് അല്ലെങ്കിൽ അവർ ആവശ്യപ്പെടുന്ന സ്കില്ലുകൾ 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് ലിസ്റ്റ് ചെയ്യും. ഹാർഡ് സ്കിൽസ് അതിലുണ്ടാവണം, സോഫ്റ്റ് സ്കിൽസ് അതിൽ കാണും, ടൂൾസും അതിൽ കാണും. ഇത് 3 എന്ത് ചെയ്യാം, നിങ്ങളത് ചെയ്യും. അതിനുശേഷം ഈ സ്കിൽസിൽ പലപ്പോഴും ലിങ്ക്ഡിൻ തന്നെ അതിന് മാച്ച് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. നിങ്ങൾ ലിങ്ക്ഡിൻ പ്രൊഫൈൽ പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യുകയാണെങ്കിൽ അത് തന്നെ പറയും, ഇത്രയും സ്കിൽസ് നിങ്ങൾ ഈ ഒരു ജോബായിട്ട് നിങ്ങൾക്ക് മാച്ച് ഉണ്ടെന്ന് പറയും. അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാന്ന് ലിങ്ക്ഡിൻ തന്നെ പറഞ്ഞത്. ഈ റെസ്യൂമ് നമുക്ക് ലിങ്ക്ഡിൻ വഴി തന്നെ ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾ ലിങ്ക്ഡിന്റെ പ്രൊഫൈൽ ആ രീതിക്ക് ചെയ്ത് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ ജോബ് ഡിസ്ക്രിപ്ഷൻ ആ രീതിക്ക് വായിക്കണം. ഈ ലിസ്റ്റ് ഓഫ് സ്കിൽസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അപ്പുറത്ത് നിങ്ങളുടെ ഒരു പേപ്പറിന്റെ ഒരു സൈഡിൽ എന്തായിട്ടുണ്ടാവും, നമ്മുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് കണ്ട സ്കില്ലുകൾ, ടൂളുകൾ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ സ്കില്ലുകളിൽ എത്ര നമുക്കുണ്ട്, അപ്പൊ അതാണ് ചിന്തിക്കേണ്ടത്. അപ്പൊ അതിൽ കമ്മ്യൂണിക്കേഷൻ പറയുന്നു, ഓക്കെ കമ്മ്യൂണിക്കേഷൻ എനിക്കുണ്ടോ, ഓക്കെ എഴുതുന്നു. അപ്പൊ അതിൽ ഇന്റർപേഴ്സണൽ സ്കിൽസ് ഉണ്ട്, അനലിറ്റിക്കൽ സ്കിൽസ് ഉണ്ട്, ഈ പറഞ്ഞ കാര്യങ്ങളുടെ ഓരോന്നായിട്ട് എഴുതുക. അപ്പൊ അതിൽ പറയുന്ന സോഫ്റ്റ്വെയർസ് അത് നമുക്കറിയോ, അതിൽ പറയുന്ന ടൂൾസ് നമുക്കറിയോ. അപ്പോ ഇങ്ങനെ ഒരു സ്കില്ല് വെക്കുന്ന സമയത്ത് നമുക്കതിന്റെ ഓവർലാപ്പ് ചെക്ക് ചെയ്യാൻ പറ്റും. അതായത് റിക്വയർഡ് സ്കിൽസ്, നമുക്ക് ഉള്ള സ്കിൽസ്, ഇത് രണ്ടും വെച്ചപ്പോൾ നമുക്കൊരു 12 സ്കില്ല് ആരാവശ്യപ്പെടുന്നുണ്ട്, ഈ പറഞ്ഞ എംപ്ലോയർ ആവശ്യപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കും. അപ്പൊ അതിനകത്ത് നമുക്കൊരു 8 സ്കില്ലൊക്കെ നമുക്കുണ്ടെന്ന് കരുതും, നമുക്ക് എന്തായാലും ആ ജോബ് അപേക്ഷിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ അതിൽ ഉള്ള സ്കിൽസിൽ ചിലപ്പോൾ ടൂൾസ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അതൊരു സോഫ്റ്റ്വെയറോ കാര്യമായിരിക്കാം, അല്ലെങ്കിൽ കോണ്ടന്റ് റൈറ്റിംഗ്, കോപ്പി റൈറ്റിംഗ് ആണെന്ന് കരുതുക. ഈ കോപ്പി റൈറ്റിംഗ് ആണെങ്കിൽ നമുക്ക് നിലവിൽ ഓൺലൈനിൽ ഒരുപാട് കോഴ്സുകൾ അവൈലബിൾ ആണ്.
ചിലപ്പോൾ അടുത്തൊരു 1, 2, 3 മാസം കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഇന്റർവ്യൂ വരിക. ഇനി അല്ലെങ്കിൽ ഇതേ ജോബിന് ഈ അവസരത്തിൽ അല്ലെങ്കിൽ അടുത്ത അവസരത്തിൽ നമുക്ക് നന്നായിട്ട് കൊടുക്കാൻ പറ്റുമെന്നല്ല. അപ്പോ ഈ സ്കില്ലിനകത്ത് നമുക്ക് ഈ ഓവർലാപ്പ് അല്ലാത്ത അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സ്കില്ലാണ് എന്നാൽ നമുക്ക് ഇല്ലാത്തതുമായിട്ടുള്ള ഒരു സ്കിൽ അതിലുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഈ പീരീഡിൽ നമുക്കൊരു കോഴ്സ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമുക്ക് അത് പഠിക്കാനുള്ള ഒരു മെത്തേഡ് നമ്മൾ തന്നെ പഠിച്ചെടുക്കുന്നതോ തരത്തിൽ നമുക്കത് പഠിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഈ തരത്തിൽ നമ്മളുടെ ഗ്യാപ്പുകളെ ഫില്ല് ചെയ്യാൻ നമുക്ക് പറ്റണം. ഓക്കെ, ഈ പ്രോസസ്സ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നടത്തണം. ഇപ്പൊ ഈ റെസ്യൂം ഉണ്ടാക്കാൻ പറയുന്ന ഒരു ജോബിന് കൊടുക്കാനുള്ള ഒരു സാധനം ഉണ്ടാക്കി നിർത്തുക എന്നുള്ളതല്ല, ഓരോ പ്രാവശ്യം നിങ്ങളൊരു ബെറ്റർ അപ്ഗ്രഡേഷൻ നിങ്ങളുടെ ലൈഫിൽ നടത്തുമ്പോൾ ഈ സ്കില്ലുകൾ നിങ്ങൾക്ക് ഉണ്ടെന്നോ ആ സ്കില്ലില്ലാത്ത സ്കില്ലുകൾ നിങ്ങൾ ഡെവലപ്പ് ചെയ്യാനും പറ്റുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെൽഫ് ടോട്ട്, അതായത് സെൽഫ് ലേണിംഗ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഈ ജനറേഷന് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു നമ്മുടെ ഒരു ടൈമിന് വളരെ വളരെ അധികം അത്യാവശ്യമാണെന്നുള്ളതാണ്. നമ്മളൊരു അക്കാഡമിക് പേപ്പർ ക്വാളിഫിക്കേഷൻ വാങ്ങിച്ച് വെക്കുന്നതിനേക്കാൾ കൂടുതൽ ക്വാളിറ്റി അപ്ഗ്രഡേഷൻ നമ്മൾ നടത്തേണ്ടി വരും. ഓക്കെ, അങ്ങനെ നമ്മുടെ ഓവർലാപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട സാധനം എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മൾ ഹാർഡ് സ്കിൽസ് എന്ത് ചെയ്യണം, മെൻഷൻ ചെയ്യണം. എന്നിട്ടായിരിക്കണം സോഫ്റ്റ് സ്കിൽസ്. ഇതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. പല റെസ്യൂംസിനകത്തും കാണുന്ന സാധനമാണ് നമ്മൾ ഈ സോഫ്റ്റ് സ്കിൽ അങ്ങോട്ട് നന്നായിട്ട് പൊലിപ്പിക്കും. അപ്പോ സ്വാഭാവികമായിട്ടും റിക്രൂട്ടറെ സംബന്ധിച്ചിടത്തോളം ഒരു കോൺസെപ്റ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതിന്റെ കാരണം എന്ന് പറയുന്നത് റിക്രൂട്ടർ വിചാരിക്കും ഇയാൾക്ക് യാതൊരു തരത്തിലുള്ള ഹാർഡ് സ്കിൽസും ഇല്ല, അതുകൊണ്ടാണ് ഇയാൾ സോഫ്റ്റ് സ്കിൽസ് ഈ രീതിയിൽ എക്സാജറേറ്റ് ചെയ്യുന്ന ഒരു ചിന്ത ഉണ്ടാവും. നിങ്ങൾ വിചാരിക്കാത്ത എന്തുകൊണ്ടാണ്? അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് അതിനൊരു കാരണം എന്ന് പറയുന്നത് സോറി, എന്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട്. ഓക്കെ, സോ സോറി ഫോർ ദാറ്റ്. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ പലതരത്തിലുള്ള ഈ സോഫ്റ്റ് സ്കിൽസുകളും ഈ പറഞ്ഞ റിക്രൂട്ടർക്ക് HR-ന് വളരെ ഈസി ആയിട്ട് ഇന്റർവ്യൂവിന് മനസ്സിലാവുന്നതാണ്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു ഇന്റർവ്യൂ സിനാരിയോ ഞാൻ നിങ്ങൾക്ക് തരാം. ആ ഇന്റർവ്യൂവിൽ ഒരാൾ നല്ല കമ്മ്യൂണിക്കേഷൻ ആണ് ഇയാൾ എന്ത് ചെയ്തു, പിന്നെ ഈ പറഞ്ഞ റെസ്യൂമിൽ വെച്ചു എന്ന് കരുതുക. അപ്പൊ സ്വാഭാവികമായിട്ടും ഇയാള് ഇന്റർവ്യൂവിന് വരുന്ന സമയത്ത് വിത്തിൻ 5 minutes ഇയാളുടെ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് ഇന്റർവ്യൂവറിന് മനസ്സിലാവും. അപ്പൊ സോഫ്റ്റ് സ്കിൽസുകൾ അനലൈസ് ചെയ്യപ്പെടുന്നത് ആ ഇന്റർവ്യൂവിന് വിത്തിൻ ആ ലിമിറ്റഡ് ടൈം പീരീഡ് തന്നെ അവർ മനസ്സിലാക്കി എടുക്കുന്നതാണ്. അതേപോലെ തന്നെ ഞാൻ കണ്ടു വന്നിട്ടുള്ള ഒരു സാധനമാണ് MBA പഠിച്ച ആളുകൾ, എല്ലാ ആളുകളും വെക്കുന്ന ഒരു സ്കില്ലാണ് അനലിറ്റിക്കൽ സ്കിൽ. ഇപ്പൊ ഞാൻ ഇതിൽ തന്നെ പല ആളുകളും MBA പഠിച്ച ആളുകൾ ഗൂഗിൾ ഫോം കണ്ടു. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അനലൈസ് ചെയ്ത ഒരു കാര്യം എന്തോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഐ തിങ്ക് യു ക്യാൻ മേക്ക് എ ലിറ്റിൽ മോർ ഇന്ററാക്റ്റീവ്, റൈറ്റ് ദെൻ. ആരെങ്കിലും ഉണ്ടോ? ലേറ്റസ്റ്റ് ആയിട്ട് നിങ്ങൾ അനലൈസ് ചെയ്ത് നസർക്ക? ഇല്ല ഷിയാസെ, 196 ആളുകളുള്ള ഒരു മീറ്റിംഗിൽ ഇറ്റ് മേ ബി വെരി ഡിഫിക്കൽട്ട് ഫോർ us. ഓക്കെ, താങ്ക് യു. സോറി ഫോർ ദാറ്റ്. സോ അനലിറ്റിക്കൽ സ്കിൽസ് നമ്മൾ ഇന്റർവ്യൂവിലേക്ക് വരുന്ന സമയത്ത് ഇവർ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. എന്താണ്, നിങ്ങൾ എന്താണ് ലേറ്റസ്റ്റ് അനലൈസ് ചെയ്തത്? അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ഒരു ഐഫോൺ ആണ് യൂസ് ചെയ്യുന്നത്, നിങ്ങൾ ഐഫോണിന്റെ മാർക്കറ്റിംഗ് എങ്ങനെയാണ് എന്ന തരത്തിലുള്ള ഒരു അനാലിസിസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന മാർക്കറ്റിംഗ് ടെക്നിക്സ് മാറുന്നതിനെ കുറിച്ചും കൂടെ അനലൈസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൂടുതൽ ഇപ്പം അനലൈസ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ധരിക്കുന്നത്, നിങ്ങൾ നടത്തുന്ന ഓരോ കാര്യങ്ങളും ഒരു MBA സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം അനലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ സ്കില്ലിന്റെ ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മളൊരു കാര്യം ചെയ്യുന്നുണ്ട്, നമ്മൾ നേരെ ലിങ്ക്ഡിനിൽ പോയിട്ട് നമുക്കൊരു ജോബ് ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, എന്നിട്ട് ഞാൻ എന്തായാലും ഇതൊരു വർക്കായിട്ട് ചെയ്യും. നിങ്ങളും പറ്റുമെങ്കിൽ നിങ്ങളും ഒരു പെന്നും പേപ്പറും എടുത്തിട്ട് അത് ചെക്ക് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, നമ്മളിപ്പോ ഒരു ജോലിക്ക് അപേക്ഷിക്കുകയാണേ. അപ്പൊ ഞാനൊരു ഒരു മാനേജർ ആകുമ്പോൾ ഒരുപാട് സംഗതി വരുന്നുണ്ട്. ഞാനൊരു പ്ലേസ്മെന്റ് മാനേജർ വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട് ഷിയാസ്. ഓക്കെ, താങ്ക് യു. സോ പ്ലേസ്മെന്റ് മാനേജർ, ISBR ബിസിനസ് സ്കൂൾ, ബാംഗ്ലൂരു, കർണാടക. ഓക്കെ, ഇതാണ് നമ്മുടെ ലിങ്ക്ഡിനിലുള്ള ആ ഒരു ജോബിന് വന്ന ഒരു ഇതെന്ന് പറയുന്നത്. ഓൺസൈറ്റ് ജോബാണ്, ഫുൾ ടൈം ആണ്. പിന്നെ നിലവിൽ ഏകദേശം 200ഓളം ആളുകൾ അവിടെ പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്,
പിന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് അത് വന്നത്. നിങ്ങൾക്ക് ഇവിടെ സ്കിൽസിൽ കാണാൻ പറ്റും. കമ്മ്യൂണിക്കേഷൻ, ടീം ലീഡർഷിപ്പ്, ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, അവർ റിക്വയർഡ് ആയിട്ടുള്ള സ്കില്ലായിട്ട് പറയുന്നത്. അപ്പൊ ഈ ജോബ് ഡിസ്ക്രിപ്ഷൻ നമുക്ക് വളരെ പെട്ടെന്നൊന്ന് വായിച്ചു പോകാൻ ശ്രമിക്കാം. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങളും വായിക്കുന്നു, ഞാനും വായിക്കുന്നു. ഓക്കെ, നിങ്ങളുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ പറഞ്ഞാൽ ആരെങ്കിലും ഒരു യെസ് പറഞ്ഞാൽ നന്നായിരിക്കും. നിങ്ങളൊന്ന് ജോബ് ഡിസ്ക്രിപ്ഷൻ വായിക്കുക. ഓക്കെ, റോൾ ഡിസ്ക്രിപ്ഷൻ ഒന്ന് വായിക്കാം. ഞാൻ കുറച്ച് Okay. ഓക്കെ, താങ്ക് യു. ഓക്കെ, ക്വാളിഫിക്കേഷൻസ്. Okay. ഓക്കെ, അപ്പൊ ഇതില് അവർ കൊടുത്ത ഡീറ്റെയിൽസ് കുറച്ച് കുറവാണ്. ചിലപ്പോൾ ചില കമ്പനീസ് ഇതിനേക്കാൾ ഏറെ ഡീറ്റെയിൽസ് എന്താറുണ്ട്, കൊടുക്കാറുണ്ട്. ഇതിൻ്റെ അകത്ത് ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ബിസിനസ്. അത് നിങ്ങളൊരു BBA ആയിരിക്കാം, അല്ലെങ്കിൽ MBA ഉള്ള ആളുകളായിരിക്കും അവർ കൂടുതൽ പ്രിഫർ ചെയ്യുന്നുണ്ടാവുക. അതേപോലെ തന്നെ HR വർക്ക് ചെയ്യുന്ന ആളുകൾ. ഇതിന് റിലേറ്റഡ് ഫീൽഡ്സും അവർ എടുക്കുന്നുണ്ട്. എഡ്യൂക്കേഷൻ്റെ അകത്ത് നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതൊരു ആഡ് ഓൺ ആയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എലിജിബിൾ ആണ്, നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കും. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ സ്കില്ലാണ് ഇവർ റിക്വയർ ചെയ്തതെന്ന് നമുക്ക് എഴുതി നോക്കാം. അതാണ് നമ്മൾ ഒബ്ജക്റ്റീവ്സ് പറഞ്ഞിട്ടാണ് സ്കില്ലിലോട്ട് വന്നത്. സ്കിൽ എഴുതുമ്പോൾ നമ്മൾ ആദ്യം ജോബ് ഡിസ്ക്രിപ്ഷൻ A to Z വായിക്കണം. വായിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിൽ റിക്വയർഡ് ആയിട്ടുള്ള സ്കില്ലുകൾ നമ്മൾ എഴുതണം. അപ്പൊ ഞാനൊരു ജോബ് ഡിസ്ക്രിപ്ഷൻ നിങ്ങളെ കാണിക്കുകയും, അതൊരു പ്ലേസ്മെന്റ് മാനേജർ ആയിരുന്നു, ബാംഗ്ലൂർ ഒരു ബിസിനസ് സ്കൂളിൻ്റെ അകത്ത്. അപ്പോൾ ഒരു പ്ലേസ്മെന്റ് മാനേജർ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് അതിൽ ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ അത് റോളും കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. റോൾ എന്ന് പറയുന്നത് ഈ പറയുന്ന ഈ ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള വിദ്യാർത്ഥികളെ അവരെ കരിയർ ഗൈഡൻസും കാര്യങ്ങളും മോട്ടിവേഷൻസ് ഒക്കെ കൊടുക്കുകയും അവരെ ഈ പറഞ്ഞ കമ്പനീസിലേക്ക് പ്ലേസ് ആക്കുക. ഇതാണ് ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്. ബേസിക് ക്വാളിഫിക്കേഷൻ ആണ് അവർ റിക്വയർമെന്റ് പറയുന്നത്. റിക്വയർമെന്റ് എന്ന് പറയുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രി, ഇനി ബിസിനസ് ഡിഗ്രി ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സിൽ ഉണ്ടായിരിക്കുക, എഡ്യൂക്കേഷൻ ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ആഡ് ഓൺ ആണെന്നാണ് പറയുന്നത്. അപ്പൊ അറ്റ്ലീസ്റ്റ് നമ്മളൊരു കരിയർ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു ജോബാണ്. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾ സ്കിൽസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും കൂടുതൽ അവർ മെൻഷൻ ചെയ്യുന്നത് സോഫ്റ്റ് സ്കിൽസ് ആണ്. അപ്പോൾ നമ്മളത് വായിച്ചപ്പോൾ ലിസ്റ്റ് ചെയ്തതാണ്. ഒന്ന് കൗൺസിലിംഗ് ആണ്. അപ്പൊ ഒരു സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവുകയും ഒരു MBA ചെയ്ത ഒരാൾക്ക് ഇതൊരു ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ ഇന്റർപേഴ്സണൽ സ്കിൽസ്, ആളുകളെ മാനേജ് ചെയ്യാൻ പറ്റുന്ന, ആളുകളായിട്ട് സംസാരിക്കാനും നെറ്റ്വർക്ക്സ് കീപ്പ് ചെയ്യാനും പറ്റുന്ന സ്കിൽ. കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ബേസിക്കലി ഞാനിതിന് കുറച്ചുകൂടെ പെർsuasion സ്കിൽ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. നമ്മൾ പറയുന്ന സാധനത്തെ കൺവീൻസ് ചെയ്യാനും നമ്മുടെ പോയിന്റിനെ വ്യക്തമാക്കാനും പറ്റുന്ന സ്കില്ല് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അടുത്തത് സ്വാഭാവികമായിട്ട് ലീഡർഷിപ്പ്, ടീം വർക്ക്. ഈ പറഞ്ഞ സ്കില്ലാണ് ഈ പറഞ്ഞ ജോബിന് ആവശ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ സോഫ്റ്റ് സ്കിൽസ് ആണ്. ഇതല്ലാതെ തന്നെ നമുക്ക് എന്താണ്, ഈ പറഞ്ഞ ഹാർഡ് സ്കിൽസ് കൂടെ ഇതിൻ്റെ അകത്ത് ആവശ്യമാണ്. അതിനകത്ത് ഞാൻ പറഞ്ഞു, കമ്മ്യൂണിക്കേഷൻസ് മാനേജ് ചെയ്യുന്ന ഒരാൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെയൊക്കെ ഡോക്യുമെന്റേഷനും മാനേജ് ചെയ്യേണ്ട ഒരാളാണ്. അപ്പോൾ ഇവര് മിനിമം ലെവലിൽ വേർഡ്, പവർ പോയിന്റ്, എക്സൽ അറിഞ്ഞിരിക്കേണ്ടി വരും. ഓക്കെ, ഇത് നമുക്കൊരു ഹാർഡ് സ്കില്ലായിട്ട് കരുതും. ഇതല്ലാത്ത തരത്തിൽ എന്താണ് പ്രൊജക്ട് മാനേജ്മെന്റ്, അതേപോലെ തന്നെ ഈ കൗൺസിലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രത്യേകമായ ടൂൾസോ കാര്യങ്ങളോ അറിയെങ്കിൽ അതുകൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്ത് ആഡ് ഓൺ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പൊ ഈ സ്കില്ലുകൾ നമ്മൾ ആദ്യം ചെയ്യുന്നു, ഒരു സൈഡിൽ എഴുതുന്നു, ഇതൊക്കെയാണ് റിക്വയർഡ് സ്കിൽ. അതിനുശേഷം നമുക്കുള്ള ക്വാളിഫിക്കേഷൻസ്, നമുക്ക് ഉള്ള സ്കിൽസ് എന്തൊക്കെയാണ്, ഇതുമായിട്ട് മാച്ച് ചെയ്യുന്ന സ്കിൽസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ എന്ത് ചെയ്യാൻ നോക്ക്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പൊ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ചിലപ്പോൾ കൊടുത്തിട്ട് നമുക്ക് ഒരാൾക്ക് ജോലി കിട്ടിയാലോ. അപ്പോ അങ്ങനെ എന്ത് ചെയ്യാം, നമ്മുടെ സ്കിൽ ഇതിൽ എത്രത്തോളം ഓവർലാപ്പ് ചെയ്യുന്നുണ്ടെന്ന് നോക്കുക. അപ്പൊ അതിന് നിങ്ങൾ ആദ്യം കൊടുക്കേണ്ടത് ഹാർഡ് സ്കില്ലായിരിക്കണം. അതിനുശേഷമാണ് നിങ്ങൾ എന്ത് കൊടുക്കേണ്ടത്,
സോഫ്റ്റ് സ്കില്ല് നോക്കേണ്ടത്. അപ്പൊ ഇതൊരു എക്സാമ്പിൾ ആണ്. നമുക്ക് ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. ഓക്കെ, സോ മാനേജർ. ഓക്കെ, ഞാനൊരു കോണ്ടന്റ് റൈറ്റർ. ഇപ്പോ ചീല് വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് ബാംഗ്ലൂരുള്ളൊരു കോണ്ടന്റ് റൈറ്റർ ഉണ്ട്, നോക്കാം. ഇതൊരു 2 ദിവസം മുന്നേ വന്നാണ്, ഓൺ സൈറ്റ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ഈ ജോബിന്റെ അത് കുറച്ചുകൂടെ ഒരു സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. ജോബ് ടൈറ്റിൽ കോണ്ടന്റ് റൈറ്റർ ഓൺ സൈറ്റ് ആണ്, ലൊക്കേഷൻ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ടൈമിംഗ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ മെയിൻ ഏരിയ എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓഫീസർ. ഇതിന്റെ ഒരു ഓക്കെ, അപ്പൊ ഇതില് നിങ്ങൾക്ക് സമയം ഉണ്ടോന്ന് അറിയില്ല, നമുക്ക് ഒന്ന് വളരെ പെട്ടെന്ന് വായിച്ചു പോകാൻ പറ്റുകയാണ് നന്നായിരിക്കും. ജോബ് ഡിസ്ക്രിപ്ഷൻ ഒന്ന് ആ കമ്പനിയെ കുറിച്ചും പഠിക്കുന്നത് നല്ലതാണ്, പക്ഷെ ഞാനിപ്പോൾ ഒരു സമയം പരിധി ഉള്ളതുകൊണ്ട് ഞാൻ ജോബ് ഡിസ്ക്രിപ്ഷനിലോട്ട് പോവാണ്. ഒന്ന് വായിക്കോ. വായിച്ചു കഴിഞ്ഞാൽ എസ് എന്നോ ആരെങ്കിലും ഒന്ന് പറയട്ടോ. Yes. ബേസിക്കലി കോണ്ടന്റിന്റെ ഡിഫറെന്റ് ഏരിയാസ് ആണ് അവർ മെയിൻ ആയിട്ട് ആഗ്രഹിക്കുന്നത്. പ്രധാനമായിട്ട് നമുക്ക് അതിനകത്ത് വേണ്ട ഒരു സ്കില്ലിംഗ് ആണ് ബ്ലോഗിംഗ് എന്ന് പറയുന്നത്. കോപ്പി റൈറ്റിംഗ് നന്നായിട്ട് എഴുതാൻ കഴിയുക എന്നുള്ളതാണ്. ഇപ്പൊ ഒരു നല്ല ബ്ലോഗർ ആയിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിൻ്റെ അകത്ത് തന്നെ വളരെ സ്പെസിഫിക് ആയിട്ട് അവരുടെ ഒബ്ജക്റ്റീവ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിൽ കോണ്ടന്റ് എഴുതാൻ പറ്റുന്ന ആളുകൾ. അതിൽ സോഷ്യൽ മീഡിയ ബ്രാൻഡ് കോണ്ടന്റ് പറയുന്നുണ്ട്, ലിങ്ക്ഡിൻ്റെ അകത്ത് പറയുന്നുണ്ട്, അതേപോലെ തന്നെ അവരുടെ മാർക്കറ്റിംഗ് കോണ്ടന്റും പറയുന്നുണ്ട്. അപ്പൊ അവരുടെ റിക്വയർമെന്റ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഓക്കെ, വായിച്ചോ. ജോബ് ബെനിഫിറ്റ്സ്, സോ ബേസിക്കലി ഇതിൽ നമുക്ക് ആവശ്യമായ സ്കിൽസ് എന്ന് പറയുന്നത് കോണ്ടന്റ് റൈറ്റിംഗ് ആണ്. അപ്പൊ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള ടെക്നിക്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് മുന്നേ ഉള്ള എക്സ്പീരിയൻസുകൾ ഉണ്ടെങ്കിൽ അത് ഈവൻ ഫ്രീലാൻസ് ആണെങ്കിൽ പോലും നമുക്ക് ഇവിടെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യാൻ പറ്റുന്ന നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ്സ് തന്നെ നിങ്ങൾ ഇപ്പൊ സബ്സ്റ്റാക്ക് പോലത്തെ പിന്നെ എന്താ പറയാ പ്ലാറ്റ്ഫോംസ് ഉണ്ട്, അവിടെ നിങ്ങൾക്ക് ചെയ്യാം. ബ്ലോഗ് സ്പോട്ട് ഉണ്ട്. ഇതല്ലാതെ തന്നെ നിങ്ങൾക്കൊരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ പോലും ഇത്തരം പിന്നെ മേഖലയിൽ ജോലി കിട്ടാൻ വളരെ എളുപ്പമാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ ഒരു ഏരിയ ഇതിന്റെ കൂടെ ചേർത്ത് പറയാണ്. നമ്മൾ ബേസിക്കലി ഈ ഒരു കാലത്ത് ചെയ്യേണ്ട സാധനം നമ്മുടെ ഒരു പേഴ്സണൽ ബ്രാൻഡിങ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു പേഴ്സണൽ നമ്മളൊരു ഇൻഡസ്ട്രിയിൽ നമ്മളെ പൊസിഷൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതില് അതേപോലത്താണ് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ആണ് നസറുള്ള. മൂപ്പര് ഒരു അസിസ്റ്റന്റ് പ്രൊഫസറാണ്. അദ്ദേഹത്തിന്റെ പിന്നെ കോണ്ടന്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഇംഗ്ലീഷ് പ്രൊഫസറാണ്. അതിന്റെ കൂടെ തന്നെ അദ്ദേഹത്തിന്റെ പാഷൻ എന്ന തരത്തിൽ അദ്ദേഹം ഈ നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ബ്ലോഗ് കീപ്പ് ചെയ്യുന്നുണ്ട് വേർഡ് പ്രസ്സിൽ ചെയ്തിട്ട്. അതിന്റെ പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ യജുവാണെങ്കിലും ടൈമൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇത്തരം മേഖലയിൽ വർക്ക് ചെയ്യാൻ താല്പര്യം, പ്രത്യേകിച്ച് ജേർണലിസ്റ്റും കമ്മ്യൂണിക്കേഷൻസിനെ കുറിച്ച് മുജീബായി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ചാൻസ്. നിങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങളൊരു ഫ്രീലാൻസ് ആയിട്ട് ഇപ്പൊ തന്നെ നിങ്ങളുടെ കോണ്ടന്റുകൾ നിർമ്മിച്ചെടുക്കുന്നത്, പ്രത്യേകിച്ച് ലിങ്ക്ഡിൻ പ്ലാറ്റ്ഫോമിലായാലും വെബ്സൈറ്റിലായാലും അത് നിങ്ങളുടെ ഒരു പോർട്ട്ഫോളിയോ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണിക്കാൻ പറ്റും. ഇതൊരു ഒബ്ജക്റ്റീവ്സ് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുന്നതാണ്. ഇതിൽ മെയിൻ ആയിട്ട് വേണ്ട സാധനം നല്ല റിസർച്ച് സ്കില്ല് വേണമെന്ന് പറയുന്നുണ്ട്, ടീം വർക്ക് അതായത് വേണം, അതേപോലെ തന്നെ സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടായിരിക്കണം. അത് ബേസിക്കലി ഇംഗ്ലീഷിലായിരിക്കും.
ഈ പറയുന്ന സോഫ്റ്റ് സ്കിൽസ് ആണ് ഇതിൻ്റെ അകത്ത് മെയിൻ ആയിട്ടും ആവശ്യം വരുന്നത്. ഇതിൻ്റെ അകത്ത് കുറച്ചുകൂടെ ടൂൾസ് കാര്യങ്ങളൊക്കെ എന്നേക്കാൾ അറിയാവുന്നത് ഒന്ന് മുജീബായിനാണ്. മൂപ്പര് നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ജോബ്സിന്റെ കാര്യത്തിൻ്റെ. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ സ്കില്ല് നമ്മൾ ലിസ്റ്റ് ചെയ്യുക. ആ സ്കില്ല് ഏതൊക്കെ നമുക്ക് ഉണ്ടെന്ന് നമ്മൾ നോക്കുക. അപ്പൊ അതില് നിങ്ങൾക്കിപ്പോ ഏതെങ്കിലും സ്കില്ലുകൾ നിങ്ങൾക്ക് ലാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എങ്ങനെ പഠിച്ചെടുക്കാം, ഈ ഒരു സമയത്തിനുള്ളത് എങ്ങനെ പഠിച്ചെടുക്കാം, ഈ ഒരു അപ്ഗ്രഡേഷൻ പ്രോസസ്സ് നിങ്ങൾ എന്ത് ചെയ്യുക കൊണ്ട് നടക്കാന്നല്ല. ഓക്കെ, ഈ 2 എക്സാമ്പിൾ കൊണ്ട് നിങ്ങൾക്ക് അത് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ് ആ ഒരു പ്രോസസ്സ്. നമുക്ക് ബാക്ക് ടു ഷിയാസ് ഭായ്, നമ്മള് സ്കില്ലിന്റെ പറയുമ്പോ ജസ്റ്റ് ഒരു പോയിന്റ് ആഡ് ചെയ്യാനുണ്ട്. ഓക്കെ, സ്കില്ലിന്റെ അത് ഓക്കെയാണ്. പക്ഷെ അതിൽ ചിലപ്പോൾ സംഭവിക്കാന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്കിൽ ഉണ്ടാവും, ദി വേ വി റൈറ്റ് ഇൻ അവർ CV മേ ബി സ്ലൈറ്റ്ലി ഡിഫറെന്റ്. അപ്പോ നമ്മുടെ ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ കണ്ടിട്ട് അതിലെ ഒരു സ്പെസിഫിക് സ്കില്ലിന്റെ അത് നമ്മൾ ഫീൽ ഓക്കെ ഐ ഹാവ് ദാറ്റ് സ്കിൽ, അല്ലെങ്കിൽ ഐ ഹാവ് ഓൾറെഡി പുട്ട് ദാറ്റ് സ്കിൽ ഇൻ CV ബട്ട് ഇൻ എ ഡിഫറെന്റ് വേ. അപ്പോ അങ്ങനത്തെ ഒരു കേസ് വരികയാണെങ്കിൽ അപ്പൊ ജോബ് ഡിസ്ക്രിപ്ഷൻ ഇൻ ലൈൻ വിത്ത് ജോബ് ഡിസ്ക്രിപ്ഷൻ നമുക്ക് അത് സ്ലൈറ്റ്ലി ചേഞ്ച് ചെയ്യാനും പറ്റും. അത് ഹലോ, ഓഡിയബിൾ ആണോ? അതെ അതെ അതെ, അത് നമ്മൾ മൈൻഡിൽ വെക്കേണ്ട ഒരു പോയിന്റ് ആണ്. മീൻസ് എങ്ങനെയാണ് നമ്മൾ പ്രസന്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് പ്രൊജക്ട് ആൻഡ് അച്ചീവ്മെന്റ്. എന്റെ സ്ക്രീൻ വിസിബിൾ ആണോ? ആണ് ആണ്. ഓക്കെ, സോ പ്രൊജക്ട് ആൻഡ് അച്ചീവ്മെന്റ് നമുക്കിത് ഒരു പരിധി വരെ ഒരേപോലത്തെ സാധനമാണെന്നൊക്കെ നമുക്ക് പറയാം, പക്ഷെ എന്നാലല്ല എന്ന് പറയേണ്ടി വരും. ഇപ്പൊ പ്രൊജക്ട് എന്ന് പറയുന്ന ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതിനെ നമുക്ക് പ്രൊജക്ട് എന്ന് പറയാം. അപ്പോൾ നമ്മുടെ തീസിസ് ഒക്കെ നമ്മൾ പ്രൊജക്റ്റ് ആയിട്ടാണല്ലോ കരുതുന്നത്. നേരെ മറിച്ച് നമ്മളതൊരു ഓർഗനൈസേഷന്റെ അണ്ടറിൽ അവരുടെ ഒബ്ജക്റ്റീവിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുന്നതെങ്കിൽ അത് ആ ഓർഗനൈസേഷന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതുകൊണ്ടുകൂടെ തന്നെ അത് എക്സ്പീരിയൻസ് ആണ്. അതായത് പ്രൊജക്ട് ഒരു ഇൻഡിപെൻഡന്റ് വെഞ്ചറും എക്സ്പീരിയൻസ് ഒരു അസോസിയേഷൻ ആണ്, ഒരു ഓർഗനൈസേഷനുള്ള അസോസിയേഷൻ ആണ്. എക്സ്പീരിയൻസ് കുറച്ച് നമുക്കൊരു ബ്രോഡർ ടേം ആണ് നമുക്ക് വേണമെങ്കിൽ പറയാന്നുള്ളതാണ്. അപ്പോൾ ഈ രീതിക്ക് വേണം നമ്മൾ പ്രൊജക്ട് ആൻഡ് എക്സ്പീരിയൻസ് എഴുതാൻ. അതിൽ നമ്മൾ പല ആളുകളും ചെയ്യുന്ന പ്രധാനപ്പെട്ട ചില മിസ്റ്റേക്സുകൾ എന്തൊക്കെയാന്ന് പറഞ്ഞാൽ, ഒന്ന് നമ്മൾ അതിനെക്കുറിച്ചുള്ള വലിയ പാരഗ്രാഫ്സ്, പൊതുവെ റെസ്യൂമ് പറ്റുന്നതും നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ വരണം, എന്നാൽ കൂടെയും അത് കുറച്ചുകൂടെ ക്രിസ്പ് ആവുകയും അത് കുറച്ചുകൂടെ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണെങ്കിൽ ഇറ്റ് വിൽ ബി മച്ച് ബെറ്റർ. അപ്പോൾ ഒരു ലോങ് പാരാഗ്രാഫ് വരാതെ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ റോള് വളരെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ മെൻഷൻ ചെയ്തിരിക്കണം. കാരണം നമ്മളിപ്പോൾ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ടുണ്ടായിരിക്കും. ഇപ്പൊ ഞാൻ ഇവിടെ എൻ്റെ ഒരു സ്കൂളിൽ ഭാഗമായ ഒരു പ്രൊജക്റ്റാണ് പ്രൊജക്ട് കുടിനീർ എന്ന് പറഞ്ഞിട്ട്. അത് നമ്മുടെ VKP എന്ന് പറയുന്നത് നമുക്കൊരു 56 സ്കൂൾസ് ഉണ്ട്. 56 സ്കൂൾസിന്റെ അണ്ടറിൽ നമ്മളായിരുന്നു അതിന്റെ ഹോസ്റ്റ്. അപ്പോൾ ആ ഹോസ്റ്റായിട്ട് ഈ എല്ലാ സ്കൂളിലും നമുക്ക് അതിനെ റിസർച്ച് ചെയ്ത് കുട്ടികളെ കൊണ്ട് അങ്ങനെ കുറെ നമ്മളൊരു പ്രോസസ്സ് ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനൊരു ഔട്ട്കമും ഉണ്ടാവും. അപ്പോൾ ആ പെർട്ടിക്കുലർ പ്രൊജക്ടിന്റെ അകത്ത് ഞാൻ എന്ത് ചെയ്തു എന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഞാൻ മെൻഷൻ ചെയ്യണം. ഞാൻ അതിന്റെ പ്രൊജക്ട് ഹെഡ് ആണെങ്കിൽ ഓക്കെ, ഇന്നേ പ്രൊജക്ട് ഹെഡ് ആയിരുന്നു, ഇതായിരുന്നു പ്രോസസ്, ഇതായിരുന്നു ഒബ്ജക്റ്റീവ്, ഇത് നമ്മൾ ഈ രീതിക്ക് അച്ചീവ് ചെയ്തു. അപ്പോൾ റോള് സ്പെസിഫിക് ആയിരിക്കണം. 2 പർപ്പസ് ഓഫ് ദ പ്രൊജക്ട്, എന്തിനാണ് ഈ പ്രൊജക്ട് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ സ്പെസിഫൈ ചെയ്തേക്കണം. ഇനി ഈ പറയുന്ന സ്കിൽസ്, അത് ഞാൻ ഇതിലല്ല, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിന്റെ അതാണ്. സ്കിൽസും പ്രൊജക്റ്റും ഒക്കെ വെക്കുമ്പോൾ ഇതൊക്കെ നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, വാലിഡേറ്റ് ചെയ്യണം. അപ്പൊ ഈ പ്രൊജക്ട് നമുക്ക് എങ്ങനെയാണ് എഴുതാൻ പറ്റുക എന്നുള്ളത്, അതൊരു മാക്സിമം ഒരു 1-2 ലൈൻസിൽ എന്ത് ചെയ്യണം, പ്രൊജക്ട് വരണം. പ്രൊജക്ട് എക്സ്പീരിയൻസും 1-2 ലൈൻസിൽ വരുന്ന തരത്തിലായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ അതിൻ്റെ അകത്ത് സ്പെസിഫിക്കലി നമ്മുടെ റോള്. അടുത്തത് ചലഞ്ചാണ്. എന്തുകൊണ്ട് ചലഞ്ച് എന്ന് പറയുന്നത്, ഇപ്പൊ സപ്പോസ് നിങ്ങളൊരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആണെന്ന് കരുതുക, അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് മാനേജർ ആണ്, അല്ലെങ്കിൽ ആ രീതിക്കാണെന്ന് കരുതുക. അപ്പോൾ നിങ്ങൾ ആ മാർക്കറ്റിംഗ് ആ ഒരു പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ ആദ്യമായിട്ട് വരുന്ന സമയത്ത് അവിടെ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ലീഡ് ഒരു 500 ആണെന്ന് വിചാരിക്കും. നമ്മുടെ ഒരു പ്രോഗ്രാം ഹോസ്റ്റ് ആയിട്ടാണ്, അല്ലെങ്കിൽ പ്രോഗ്രാം ഇവന്റ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വിചാരിക്കും. 500 ലീഡ് കിട്ടിയ സ്ഥലത്ത് നിന്ന് നിങ്ങൾ ശ്രമിച്ചതിന്റെ ഫലമായിട്ട് നിങ്ങളത് 1000-നും 10,000-നും തരത്തിലുള്ള റീച്ച് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എടുത്ത ഒരു ഔട്ട്കം ആണ്. നിങ്ങൾ അവിടെ പ്രൊജക്ട്, നിങ്ങൾ എക്സ്പീരിയൻസ് ആ പെർട്ടിക്കുലർ കാര്യം നിങ്ങൾ ചെയ്യുന്നത് വഴി നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത ഒരു ഔട്ട്കം ആണ്. അപ്പൊ അത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണം.
അടുത്തത് ചലഞ്ച് എന്ന് പറയുന്നത് നമുക്ക് അതിൽ വരുന്ന ലിമിറ്റേഷൻസ് ആയിക്കോട്ടെ, പ്രശ്നങ്ങളായിക്കോട്ടെ, നമുക്ക് നേരിടുന്ന പ്രശ്നങ്ങൾ, അത് ചിലപ്പോൾ ബജറ്റ് ആയിരിക്കാം. ഇപ്പൊ നിങ്ങളൊരു പ്രൊജക്ട് കോർഡിനേറ്റർ ആണെന്ന് വിചാരിക്കും. അപ്പോൾ നിങ്ങൾ ആ പ്രൊജക്ട് ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾക്ക് അനുവദിച്ച ബജറ്റ് ഇന്ന ഒരു സോ ഇത്ര എമൗണ്ട് ആണെന്ന് വിചാരിക്കും. അപ്പൊ ആ ബജറ്റിനുള്ളിൽ നിങ്ങൾ ആ പ്രൊജക്ട് ചെയ്തു, അല്ലെങ്കിൽ ആ ബജറ്റിനേക്കാൾ കുറഞ്ഞ അവസരത്തിൽ നിങ്ങൾ പ്രൊജക്ട് ചെയ്തു, അത് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾ വന്നതിന് ശേഷം എന്ത് റിസൾട്ടാണ് അവിടെ ഉണ്ടായത് എന്ന തരത്തിൽ അത് മെൻഷൻ ചെയ്യണം. നിങ്ങളുടെ റോള് മെൻഷൻ ആയിരിക്കണം, പർപ്പസ് ഓഫ് ദ പ്രൊജക്ട് മെൻഷൻ ആയിരിക്കണം, നിങ്ങൾ അതിൽ ഫേസ് ചെയ്ത ചലഞ്ച് മെൻഷൻ ആയിരിക്കണം. എന്നിട്ട് നിങ്ങൾ ആ പ്രൊജക്ട് ചെയ്തത് വഴി നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത ഔട്ട്കം എന്തായിരിക്കണം, മെൻഷൻ ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഈ പ്രൊജക്ട് ഈ രീതിക്കാണ് നമ്മൾ എഴുതേണ്ടത്. ഇനി നമുക്ക് ലാസ്റ്റത്തെ ഒരു സെഷനാണ് ഈ പറയുന്ന എന്താണ് അവാർഡ്സ് ആൻഡ് അച്ചീവ്മെന്റ്സ് എന്ന് പറയുന്നത്. ഇതല്ലാതെ ഞാൻ ഇതിൽ മെൻഷൻ ചെയ്യാത്ത 1-2 ഏരിയാസ് കൂടെ ഉണ്ട്. അത് ഞാൻ PPT ഇല്ലാതെ തന്നെ ഞാൻ പറയുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ ഈ പ്രൊജക്ട് ആൻഡ് എക്സ്പീരിയൻസിൻ്റെ അത് ഞാൻ ഒരാളുടെ ഒരാളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈല് കാണിച്ചു തരാം. ഓക്കെ, കാണുന്നുണ്ടോ? യെസ്. ഓക്കെ, ഞാൻ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ, ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. ഓക്കെ, അപ്പോ അദ്ദേഹത്തിന്റെ ഒരു അബൌട്ട് സെഷൻ നമുക്ക് നോക്കാം. ഓക്കെ, അദ്ദേഹം എക്സ്പീരിയൻസ് ചെയ്ത് നിങ്ങൾ നോക്കുക. ഒന്ന്, co-founder and chief operating officer this Think School, and creative consultant, then project consultant, then TED Talk. ഓക്കെ, അതില് ഇത് അദ്ദേഹം സമയം കാര്യങ്ങൾ ഇതിൽ അദ്ദേഹം ആഡ് ചെയ്ത ഡീറ്റെയിൽസ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. നിങ്ങളെല്ലാവരും ഒന്ന് വായിച്ചു നോക്കുക. 2019-2020 വരെ അദ്ദേഹം ചെയ്ത വർക്കാണ് കാണിക്കുന്നത്. ഒന്ന് വായിക്കട്ടോ. To form an international club called Institution and train the student in the club to organize an international conference similar to that of TEDx. നിങ്ങളത് Out of the box thinking. Students will be able to skills. ഷിയാസെ, ജസ്റ്റ് എ സെക്കൻഡ്, നമ്മുടെ ടൈം ഓക്കെ ആണോ ഷിയാസെ? ടൈം പ്ലാൻ പ്രകാരമാണല്ലോ പോകുന്നത് അല്ലേ? അതെ, നമ്മളിപ്പോ ഇത് കൺക്ലൂഡ് ചെയ്യും നസർക്ക. ഓക്കെ, ഹലോ, ഓഡിബിൾ അല്ലേ? ഓഡിബിൾ ആണ്. ഓക്കെ. അപ്പൊ ജസ്റ്റ് നിങ്ങൾ അതൊന്ന് വായിച്ചപ്പോ പെട്ടെന്ന് വായിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? സ്വാഭാവികമായിട്ട് അതിന്റെ പ്രോപ്പറായിട്ട് മൂപ്പരുടെ ആ ഒരു എക്സ്പീരിയൻസ് കൃത്യമായിട്ട് മൂപ്പര് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോറി. ഓക്കെ, മൂപ്പര് ആ ഒരു ജോബ്. യെസ്, ഞാൻ എന്റെ സെഷനകത്ത് ഈ ഒരു ഭാഗം കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യുന്നുണ്ടാവും കേട്ടോ. ജസ്റ്റ് ഒരു നോട്ട്. ഓക്കെ. അപ്പൊ എനിക്കൊന്ന് പിന്നെ മുജീബായി കുറച്ചുകൂടെ ഈ ഒരു ഏരിയ കവർ ചെയ്യുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സാധനം എന്ന് പറയുന്നത്, നിങ്ങൾ പ്രൊജക്റ്റ് ആയിക്കോട്ടെ എക്സ്പീരിയൻസ് ആയിക്കോട്ടെ അത് എഴുതുന്ന സമയത്ത് ഇത് രണ്ടും ഒന്നാണ് കേട്ടോ. പക്ഷേ ഇത് പ്രൊജക്റ്റ് ആകുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നതും അത് എക്സ്പീരിയൻസ് ആകുന്ന സമയത്ത് നമ്മൾ എന്താണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മറ്റൊരു കമ്പനിക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട നിങ്ങളുടെ റോള് മെൻഷൻ ആയിരിക്കണം, നിങ്ങളുടെ ഒബ്ജക്റ്റീവ് മെൻഷൻ ആയിരിക്കണം, നിങ്ങൾ എന്ത് ചലഞ്ചാണ് അവിടെ നേരിട്ടെന്ന് മെൻഷൻ ചെയ്യണം, അതേപോലെ തന്നെ അതിന്റെ ഔട്ട്കമ്മും മെൻഷൻ ചെയ്യണം. എനിക്കൊന്ന് മുജീബായി കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അത് പറയാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അടുത്തത് ഈ പറഞ്ഞ അച്ചീവ്മെന്റ്സ് ആൻഡ് അവാർഡ്സ് ആണ്. നമുക്ക് കിട്ടുന്ന അച്ചീവ്മെന്റ്സ് ആൻഡ് അവാർഡ്സ്, ഇതിനെ നമുക്കൊരു 3 കാറ്റഗറി ആയിട്ട് തരംതിരിക്കാം. ഒന്ന്, എക്സ്ട്രോർഡിനറി അവാർഡ്സ്. ഓക്കെ, നിങ്ങളൊന്ന് ഇതിൽ വായിച്ചു നോക്കുക. അച്ചീവ്മെന്റ് വിച്ച് ആർ യുണീക്ക് ആൻഡ് പേഴ്സണൽ, ദീസ് ജനറലി സെറ്റ് യു അപ്പാർട്ട് ഫ്രം ദ അതർ കാൻഡിഡേറ്റ്സ്. അതായത് നമുക്ക് കിട്ടുന്ന പ്രത്യേകമായിട്ടുള്ള അവാർഡ്സ് ചിലപ്പോൾ നമ്മളൊരു റിസർച്ച് അസോസിയേറ്റ് ആയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുന്നതായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ചെയ്തൊരു പ്രൊജക്ട് ഈ രീതിക്ക് അംഗീകരിക്കപ്പെടുന്നതായിരിക്കാം, അതൊരു പോളിസി ആയിട്ട് വരുന്നതായിരിക്കാം,
ഈ തരത്തിലുള്ള അച്ചീവ്മെന്റ്സിനെ നമുക്ക് എക്സ്ട്രോർഡിനറി അച്ചീവ്മെന്റ്സ് എന്ന് പറയും. ഇത് മെട്രിക് ബേസ്ഡ് അച്ചീവ്മെന്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന, മെഷർ ചെയ്യാൻ പറ്റുന്ന അച്ചീവ്മെന്റ്സ്. ഇപ്പൊ ഇതിൽ ഞാനൊരു ഇവിടുത്തെ TEDx ഇവന്റ് റിസീവ്ഡ് NTS റേറ്റിംഗ് 97, അതായത് 100-ൽ 97 റേറ്റിംഗ് കിട്ടിയ ഒരു TEDx ഓർഗനൈസ് ചെയ്ത ആളാണ് ഞാൻ. അല്ലെങ്കിൽ ഞാൻ ചെയ്തൊരു കോണ്ടന്റ് 35 ഇത്രയും മില്യണിലേക്ക് എത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ചെയ്തൊരു ആഡ് ഇത്രയും ലീഡിലേക്ക് പോയിട്ടുണ്ട്. അതൊക്കെ പ്രോപ്പർ കൗണ്ട് ആണ്. അതിനെ നമുക്ക് അച്ചീവ്മെന്റ് ആയിട്ട് വെക്കാം. ഞാൻ ചെയ്തത് ഇത്രയും അച്ചീവ്മെന്റ് ഞാൻ ചെയ്തു എന്നുള്ളത്. ഇനി ക്ലാസിക് അച്ചീവ്മെന്റ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് കിട്ടുന്ന പ്രൈസുകൾ, അവാർഡുകൾ അതിൻ്റെ അകത്തേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് റെസ്യൂമിൻ്റെ അകത്ത് നമുക്കൊരു ചെറിയൊരു സമയം കൊണ്ട് പറഞ്ഞ് തീർക്കാൻ പറ്റുന്നത്. ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് ആ ഫസ്റ്റിലത്തെ ഏരിയയിലേക്ക് വരികയാണ്. ഈ ബേസ് പ്രൊഫൈലിൽ നിന്ന് നിങ്ങൾ കഴിഞ്ഞിട്ട് നിങ്ങളൊരു പേപ്പറും പെന്നും ഇട്ടിട്ട് പിന്നെ പേഴ്സണൽ ഡീറ്റെയിൽസും ഒബ്ജക്റ്റീവ്സും സ്കില്ലും പ്രൊജക്ട് എക്സ്പീരിയൻസും ഒക്കെ എഴുതാൻ നോക്കുക. ഇതിന്റെ കൂടെ തന്നെ ആഡ് ചെയ്യാനുള്ള 2 കാരണമാണ്. ഒന്ന്, നിങ്ങളുടെ റെഫറൻസ്, അതേപോലെ തന്നെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ. ഇത് കൂടെ നിങ്ങളുടെ റെസ്യൂമിൽ വെക്കേണ്ട സാധനമാണ്. റെഫറൻസ് ആകുന്ന സമയത്ത് നിങ്ങൾ അവസാനമായിട്ട് പിന്നെ നിങ്ങൾ ജോലി ചെയ്ത സ്ഥലത്തെ ആളുടെ നമ്പറോ കോൺടാക്ട് ഡീറ്റെയിൽസോ ആയിരിക്കും. എഡ്യൂക്കേഷനും ആ രീതിയിൽ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ഇത്രയാണ് റെസ്യൂമിനെ കുറിച്ച് പറയാനുള്ളത്. വളരെ പരിമിതമായ സമയത്ത് കുറച്ചധികം സമയം ഞാൻ എടുത്തതിൽ ഞാൻ സോറി പറയാണ്. അപ്പോൾ നിങ്ങൾക്ക് വരുന്ന ഡൗട്ട്സും ക്ലാരിഫിക്കേഷൻസ് ഒക്കെ നമുക്ക് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം. അത് മാത്രമല്ല, ഇതിന്റെ കൂടെ ATS ഫോർമാറ്റും അതേപോലെ തന്നെ ഇതിന് ആവശ്യമുള്ള ഹലോ ഓക്കെ, അതായത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് അതേപോലെ തന്നെ കുറച്ചധികം റെസ്യൂമൻസിന്റെ ടെംപ്ലേറ്റ്സ് കൂടെ ഞാൻ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പൊ അതുകൂടെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ധാരണ കിട്ടുമെന്ന് വിചാരിക്കുകയാണ്. സോ താങ്ക് യു. Over to Mujib sir. താങ്ക് യു ഷിയാസ്. കേൾക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്ന ടൈം നാദാപുരത്തിന് നന്ദി. പിന്നെ വളരെ പെട്ടെന്ന് ഇതിലൂടെ പോകാം. എനിക്കറിയാം ആളുകളിങ്ങനെ പിടിച്ചിരിക്കുന്നത് അത്ര ഒരു സുഖമുള്ള കാര്യമായിരിക്കില്ല, പിന്നെ ഒരു ഫേസ് ടു ഫേസ് മീറ്റിംഗ് അല്ലാത്തത് കൊണ്ട്. അപ്പോൾ ലിങ്ക്ഡിൻ പ്ലാറ്റ്ഫോമിനെ കുറിച്ചുള്ള ഒരു സെഷനാണ് എനിക്ക് തന്നിരിക്കുന്ന ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അപ്പം ഞാൻ അതിലേക്ക് കടക്കുകയാണ്. ഒറ്റ മൊമെന്റ്, സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്തോട്ടെ.